പേര് ഷമീർ എന്നാണ്. പേരിൻ്റെ അറ്റത്ത് തന്നെ സ്വദേശമുണ്ട്, കൊല്ലം. പാരമ്പര്യ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഞാൻ ബാപ്പയും ഉമ്മയും രണ്ട് പെങ്ങന്മാരും വല്യമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 2002 ജീവിക്കുന്ന ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഞാനും എൻ്റെ മാതാവും 2 സഹോദരങ്ങളും ഇപ്പോൾ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാർ, ഇപ്പോൾ അളിയനും ഉൾപ്പെടെ ഞങ്ങൾ ഈ ജീവനുള്ള ദൈവത്തെ കഴിഞ്ഞ 19 വർഷത്തോളമായി സേവിക്കുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ജനിച്ചു വളർന്ന അതേ സ്വന്തം നാട്ടിൽ ഓരോ തെരുക്കോണുകളിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം തുടരുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബം വളരെ സമാധാനത്തോടെ കഴിഞ്ഞ കാലങ്ങളായി ദൈവം നടത്തുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ചില ആളുകളൊക്കെ കാണുമ്പോഴൊക്കെ ഒത്തിരി കമൻ്ററികൾ സ്വാഭാവികമായിട്ടും പണ്ട് കാലം മുതൽ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അതിൽ പലരും ഒറ്റവാചകത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം, എന്നാലും നീ എന്തിന് ക്രിസ്ത്യാനിയായി എന്നുള്ളതാണ്. എന്തിനാ ക്രിസ്ത്യാനിയായത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. പിന്നെ വേറെ ചില ആളുകൾ ചോദിക്കും, എന്തായാലും ക്രിസ്ത്യാനിയായതോ ആയി, കൈവിട്ടു പോയതോ പോട്ടെ, ഏതെങ്കിലും മാന്യതയുള്ള പള്ളി കൂടിക്കൂടായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കാം, മാന്യതയുള്ള പള്ളി എന്ന് പറഞ്ഞാൽ മുറ്റത്ത് 10 കാറ് കിടക്കുന്ന, ടൈൽസ് ഒട്ടിച്ച, മാർബിളിട്ട, ഒത്തിരി ആളുകൾ ആരാധന കഴിഞ്ഞിറങ്ങി വരുന്ന, ഗോപുരം പോലെ കെട്ടിടങ്ങൾ നിർമ്മിച്ച എത്രയെത്ര പള്ളികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും പോകാതെ ഈ കൊട്ടിപ്പാടി കലപിലപിലാന്ന് എന്തൊക്കെയോ വിളിച്ചു കൂവുന്ന ഈ കൂട്ടത്തിൽ കൂടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അവരുടെ ചോദ്യം ഒരർത്ഥത്തിൽ തികച്ചും ന്യായമായി നമുക്ക് തോന്നും. കാരണം നമ്മൾ നോക്കുമ്പോൾ റോഡൊന്നില്ല, വീടൊന്നില്ല, കവലയൊന്നില്ല, ചന്തയൊന്നില്ല, മാർക്കറ്റൊന്നില്ല, എവിടെയായാലും ഒരു നാണവുമില്ലാതെ കൈകൊട്ടിപ്പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടം ഉലകത്തിലുണ്ടെങ്കിൽ അത് ദൈവമക്കളാണ്. പ്രൈസല്ലോ. ഒരു നാണവുമില്ല. അപ്പം നമ്മളോട് ചില ആളുകൾ പണ്ട് കാലത്ത് ചോദിച്ചായിരുന്നു, റോഡിൽ കിടന്ന് കൈയടിക്കാൻ ഒരു നാണവും ഇല്ലയോടി, നീ ഇതിനാണോടി വെന്തിക്കോസിൽ പോയെന്നൊക്കെ ചോദിച്ച കുറേ പെണ്ണുങ്ങൾ, അമ്മച്ചിമാരൊക്കെ ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. എയർപോർട്ടിലും നടുറോഡിലും മുക്കിനും കവലയിലും ചന്തയിലും ഒക്കെ ഇരുന്ന് കൈ കൊട്ടുന്നു നമ്മൾ കണ്ടു. അവർക്കും നാണമില്ലാതെയായി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കൈ കൊട്ടുന്ന അത്ര മോശപ്പെട്ട ഏർപ്പാടല്ല എന്ന് അവർക്കും മനസ്സിലായി. അവരും കൊട്ടാൻ തുടങ്ങി. എല്ലാവരും കൊട്ടട്ടെ, അതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. അങ്ങനെ ചില ആളുകൾ വന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഉപദേശിമാരുണ്ട്. മനുഷ്യൻ പാപിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പാപത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് തിന്നുന്ന നാളിൽ മരിക്കും. വേറെ ചില ആളുകൾ വന്നിട്ട് പറയുന്നത്, ഒരു ആപ്പിൾ തിന്നതാണോ, പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. ഇന്നത്തെ പെണ്ണുങ്ങളായിരുന്നെ കുരുപോലും കൊടുക്കത്തില്ലായിരുന്നല്ലോ, അവൾ അത്രയെങ്കിലും കൊടുത്തല്ലോ. അപ്പോൾ ഒരു പഴം തിന്നതിനാണോ നിങ്ങളുടെ ദൈവം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുണ്ട്. ആപ്പിളോ ഓറഞ്ചെന്നൊന്നും വേദപുസ്തകത്തിലില്ല, പക്ഷേ ചില ആളുകൾ ഇതിനെ ആപ്പിളാക്കി വെച്ചിരിക്കുകയാണ്. പകുതി കടിച്ച ആപ്പിൾ അതാണിപ്പോൾ പലരുടെയും കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആപ്പിളെന്ന് ഓറഞ്ചെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ എങ്ങനെ വന്ന് പെട്ടു എന്നുള്ളത് പലരുടെയും ചോദ്യമാണ്. എന്തിനാണ് ഈ കൂട്ടത്തിൽ വന്ന് പെട്ടത്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറയേണ്ടതുണ്ട്. 2002 ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാനുള്ള ചില മുഖാന്തരങ്ങളുണ്ടായി. അതിനെക്കുറിച്ച് വിവരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയം പോരാ എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. രോഗം മാറാനോ, ദുരിതം മാറാനോ, കൊച്ചിനെ കെട്ടിക്കാനോ, വീട് വെക്കാനോ, വിസ ശരിയാകാനോ, ഗൾഫിൽ പോകാനോ ഒന്നും പുസ്തകമെടുത്ത് ഇറങ്ങിയതല്ല. അങ്ങനെ ആരെങ്കിലും ഇറങ്ങുന്നെങ്കിൽ ദയവായി നിങ്ങൾ ഇറങ്ങരുത് എന്ന് എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ ഇറങ്ങിയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് നിന്ന് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ വാപ്പസ് ചെയ്യുകയാണ്, തിരിച്ചു പോവുകയാണെന്ന് പറയും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇറങ്ങാതിരിക്കുന്നതാണ്. ആമേൻ. അപ്പോൾ ഇറങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ഉത്തരം പറയാം. അന്നും ഇന്നും എന്നും പറയാനുള്ള ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, ഞാൻ ഇന്ന് വീണ് മരിച്ചാൽ ആമേൻ എൻ്റെ ആത്മാവിൻ്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന ചോദ്യത്തിൻ്റെ മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ കൂരാച്ചുണ്ടിൽ ബൈബിൾ പ്രസംഗിക്കാനായിട്ട് നിൽക്കുന്നത്. വേറെ ഒരു കാരണവുമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അതെന്താ മുമ്പ് ജീവിച്ചിരുന്നിടത്തൊന്നും ഉണ്ടായിരുന്നു? അതൊക്കെ ഞാൻ വഴിയെ പറയാം, സമയമുണ്ടെങ്കിൽ ഉള്ളതുപോലെയൊക്കെ പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ബൈബിളിനെ കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ ഒരു സാവകാശം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാനിതൊന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ചു വന്നപ്പോൾ ഞാൻ ചെറുപ്രായത്തിൽ മദ്രസയിലൊക്കെ കടന്നുപോയി. അത്യാവശ്യം ഖുറാനൊക്കെ വേണ്ടുന്ന രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ഡിതനാകാനുള്ള പഠനമൊന്നും നടത്തിയിട്ടില്ല. കാരണം ചില ആളുകൾ പറയാറുണ്ട്, എന്നാൽ പിന്നൊന്ന് പറഞ്ഞെന്ന്. അങ്ങനൊന്നും വലിയ പണ്ഡിതനാകാനും വാദിക്കാനുമുള്ള പഠനമൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കലാപരിപാടിക്കൊന്നും നമുക്ക് താല്പര്യമില്ല. എന്നാൽ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ചെറുപ്രായത്തിൽ പഠിച്ച കാര്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നും ആദമിനെ സൃഷ്ടിച്ചെന്നും ഹവ്വായെ സൃഷ്ടിച്ചെന്നും മനുഷ്യൻ പാപം ചെയ്തെന്നും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്ന് പഠിച്ചിട്ടുണ്ട്. ആ അറിവ് എൻ്റെ
മനസ്സിൽ കിടക്കുമ്പോൾ ഞാൻ 2002 ബൈബിളിലേക്ക് കടന്നു വരിക. ബൈബിളിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ കണ്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചു, അവനെ പാപം ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലും കാണുന്നുണ്ട്. പിന്നെ പ്രത്യേകത എന്താ, പിന്നെന്തിന് ഇങ്ങോട്ട് വരണം എന്നൊക്കെയുള്ള ചിന്തകളിൽ കൂടുതൽ ആഴത്തിലേക്ക് ഒരു ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മനുഷ്യൻ ആ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കരുണാമയനായ ദൈവം, അഥവാ സൃഷ്ടിച്ച ദൈവമായ കരുണയുള്ളവനായ സർവശക്തനായ പടച്ച തമ്പുരാൻ മനുഷ്യനോട് കരുണ തോന്നി അവൻ ചെയ്ത പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചിരുന്ന. പൊറുത്തു കൊടുത്തു. ദൈവം ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണ് സർവശക്തനായ സൃഷ്ടാവ് എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ പാപത്തെ ദൈവം പൊറുത്തു കൊടുത്തു എന്ന് പഠിച്ചു വന്ന എന്നെ ബൈബിളിലേക്ക് കടന്നു വന്നപ്പോൾ ബൈബിൾ പറയുകയാണ്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഒന്നല്ലല്ലോ, ഇതിൽ വ്യത്യാസമുണ്ടല്ലോ. എന്താണ്? ആദമിൻ്റെ ഹവ്വയുടെയും പാപം പൊറുക്കപ്പെട്ടു. ഇനിയിപ്പോൾ അത് അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്ന ഒരു പഠനമില്ല എന്ന് അറിഞ്ഞിരുന്ന എൻ്റെ ഹൃദയത്തിൽ ഇവിടെ ചിന്തിക്കുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ആദാമ്യ പാപത്താൽ സർവ്വ മനുഷ്യരും പാപിയായി എന്ന് വായിക്കുന്നു. ഇവിടെ എൻ്റെ ഒന്നാമത്തെ സംശയം ആരംഭിച്ചു. ആദമും ഹവ്വയും പാപം ചെയ്തു, അത് ശരിയാണ്, അത് എല്ലാ വേദങ്ങളും സമ്മതിക്കുന്നു. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണ് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്ന സംശയം എൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തു. ശരിയല്ലേ? ന്യായമായ സംശയം ഇന്നും നമ്മുടെ നാട്ടിൽ പലർക്കും ഉള്ളതാണ്. എന്നാൽ അതിന് രണ്ടുത്തരം എനിക്ക് ലഭിച്ചു. രണ്ടും നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒന്ന്, ഈ രോഗം മാറിയാൽ രോഗലക്ഷണം മാറണം എന്നാണ് ഒരു സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ലോജിക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് കിഡ്നി ഫെയിലായിട്ടുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചില ലക്ഷണങ്ങൾ വരും. ചിലപ്പോൾ കാലും കയ്യൊക്കെ നീര് വരും. അങ്ങനെ മറ്റു ചില ലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ പ്രകടമായി വരും. എന്നാൽ ആ കിഡ്നി മാറ്റിവെച്ച രോഗം പൂർണ്ണമായി ഭേദമായാൽ സ്വാഭാവികമായിട്ടും ആ നീരും പോകണം, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവസാനിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, നമുക്ക് ഈ വയറ്റിനകത്തുള്ള ഒരു സഞ്ചി നിറഞ്ഞിട്ട് കല്ലും മണ്ണുമൊക്കെ കയറി നിറഞ്ഞിട്ട് നമുക്കൊരു വേദന വരുമ്പോൾ അതിന് അപ്പൻഡിക്സിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് ആ സഞ്ചി എടുത്ത് വെളിയിൽ കളയും. സഞ്ചി എടുത്ത് പുറത്ത് കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും രോഗം മാറി, അപ്പോൾ വേദനയും മാറണം. അതാണ് അതിൻ്റെ ഒരു ന്യായമായ വശം. അങ്ങനെയെങ്കിൽ ഏദൻ പൂങ്കാവനത്തിൽ, ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ്റെ പാപം ദൈവം പുറത്തു കൊടുത്തു. ആ പാപം അവസാനിച്ചെങ്കിൽ പാപ സ്വഭാവവും അവിടെ അവസാനിക്കണം. പക്ഷേ അവസാനിച്ചില്ലല്ലോ. തൊട്ടടുത്ത തലമുറ, കായീനും ഹാബേലും സഹോദരങ്ങൾ, ഒരമ്മയുടെ മക്കൾ, കൂടപ്പിറപ്പുകൾ, രണ്ടുപേര് തമ്മിലടിച്ച് ഒരുത്തനെ കൊന്നുകളഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ, രോഗം മാറിയിട്ടും ലക്ഷണം മാറുന്നില്ല. അപ്പോൾ ഒരിടത്ത് പാപം പൊറുക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും പൊറുക്കപ്പെടുന്നില്ല. അടുത്ത തലമുറയിലേക്ക് പാപത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് കിടക്കുന്നത് പകൽ ചിത്രം പോലെ കാണുമ്പോൾ ഇവിടെ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു, ഇല്ല, പാപം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആദാമ്യ പാപത്താൽ സർവ്വ മനുഷ്യരും പാപികളായി. മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്ന ആരെങ്കിലും കൂരാച്ചുണ്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഇവിടെ പാപിയുണ്ടോ ഇല്ലയോ എന്ന്. വേറെ കണ്ടുപിടുത്തത്തിനൊന്നും പോകണ്ട. അതുകൊണ്ടാണല്ലോ പൂട്ടിട്ട് പൂട്ടി, രണ്ടാമത് ഒന്നുകൂടി ഇട്ട് പൂട്ടി, ഒന്ന് പിടിച്ചു കുലുക്കി, രണ്ട് പിടിച്ചു കുലുക്കി, മൂന്നാമത്തെ കുലുക്കിയച്ചാണ് പലരും വീട്ടിൽ പോകുന്നത്. എന്നിട്ടും ഉറക്കമില്ല. പ്രഭാതത്തിൽ ഓടി വരികയാ, കട അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിനടുത്തുള്ള ചില വീടുകളൊക്കെ പഠിച്ചാൽ കാണാം, കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടിട്ട് അതിൻ്റെ പുറകിൽ ചട്ടിയും കലവും ഒക്കെ വാരി അടുക്കി വെച്ചിട്ടാണ് ചില ചേച്ചിമാർ ഇപ്പോഴും ഉറങ്ങുന്നത്. കാരണം ദേശത്തിൽ പാപിയുണ്ട്, മനുഷ്യൻ പാപിയാണ്. അത് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന് കാണുന്നു. അപ്പോഴാണ് നമ്മുടെ ലോജിക്കിൻ്റെ ഒരു പ്രശ്നം. എന്താണ്? ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യൻ എങ്ങനെ പാപിയാകും? സ്വാഭാവികമായിട്ടും നമുക്ക് ന്യായമായൊരു ഉത്തരം കണ്ടെത്താം. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞ് ആരായിരിക്കുമെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഒറ്റയടിക്ക് പറയുന്ന മറുപടി, ആ കുഞ്ഞ് എയ്ഡ്സ് രോഗിയായിരിക്കും. എൻ്റെ ചോദ്യം, ഈ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്ന് പറഞ്ഞേ. ഈ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒന്നും ചെയ്തില്ല. അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ അനുഭവിക്കുന്നു. ഇവിടുത്തെ മെഡിക്കൽ സയൻസ് സമ്മതിക്കുന്നു, വിദ്യാഭ്യാസമെല്ലാം സമ്മതിക്കുന്നു, ഡിഗ്രി സമ്മതിക്കുന്നു, ആർക്കും ഒരു പരാതിയുമില്ല. ഈ കുഞ്ഞ് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു തെറ്റിലും നടന്നിട്ടില്ല. അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് അനുഭവിക്കുന്നു. എങ്ങനെ അനുഭവിക്കുന്നു? എങ്ങനെ ആ കുഞ്ഞ് രോഗിയായി? ആ കുഞ്ഞിൻ്റെ കുറ്റമല്ല. പിന്നെ എങ്ങനെ കടന്നു വന്നു? രക്തത്തിലൂടെ കടന്നു വന്നു. സമ്മതം.
എല്ലാവരും സമ്മതിച്ചു, രക്തത്തിലൂടെ. അങ്ങനെയെങ്കിൽ ആദാമ്യ പാപം എങ്ങനെയാണ് സർവ്വമനുഷ്യരിലേക്കും പ്രവേശിക്കുന്നത്? മറുപടി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ തിരുവചനത്തിൽ വ്യക്തമാക്കുന്നു പാപം മനുഷ്യരിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. എല്ലാവരും കേൾക്കട്ടെ. വേദപുസ്തകത്തിൻ്റെ പഠനം വായിച്ചാട്ടെ. 17:26 വേഗത്തിൽ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത് ദൈവം ഒരു പ്രത്യേകമാകുന്ന സ്ഥലത്ത് മാത്രം വസിക്കുന്നവനല്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം. അല്ലാതെ ദൈവം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരുടെ പോക്കറ്റിലുള്ളതല്ല. ദൈവം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ദൈവമല്ല. ദൈവം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കുടിയിരിക്കുന്ന ദൈവമല്ല. ദൈവത്തെ അന്വേഷിച്ച് ദൈവം ഇരിക്കുന്ന പഞ്ചായത്തിലേക്ക് ആരും വണ്ടിക്കൂലി കൊടുത്തു പോകണ്ട. കാരണം ദൈവം പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ചില പാരമ്പര്യ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ഉള്ളം കൊണ്ടൊരു സഹതാപം തോന്നും, ചിലപ്പോൾ ഒരു ചിരിയും വരും. കാരണം അവർ യേശുവിനെ തേടി പലപ്പോഴും മുട്ടുമ്മേലടഞ്ഞൊക്കെ സഞ്ചരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അവർ യേശുവിനെ തേടി യേശു ഇരിക്കുന്നിടത്ത് പോകുന്നു എന്ന പേരിൽ പല മലകളുമൊക്കെ കയറി ഇറങ്ങാറുണ്ട്. എന്നാൽ ഒരിക്കലെങ്കിലും വേദപുസ്തകം തുറന്ന് വായിച്ചെങ്കിൽ കൗതുകമുള്ള, അതിലേറെ ആനന്ദമുള്ള ഒരു വാചകം യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. ബൈബിൾ തുറക്കണമെന്നേ ഉള്ളൂ, തുറന്നു നോക്കിയാൽ കാണാം. എന്താണ് ആ വാചകമെന്നറിയാമോ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ടെന്നാണ് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തിരക്കി ഞാൻ ഇരിക്കുന്നിടത്ത് വരണ്ട, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാൻ വന്നുകൊള്ളാമെന്ന് പറഞ്ഞൊരു ദൈവം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രിയിൽ ശമേർ പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു സന്ദേശവും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വരാം, നിങ്ങൾ എന്നെ തപ്പി ഒരു മലയും കയറി വരണ്ട, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വരാം. പക്ഷേ വേദനയോടെ പറയട്ടെ, ആമേൻ, പലർക്കും ഇത് അറിയില്ല. കാരണം ബൈബിളിൽ പലപ്പോഴും അവർക്കിത് കാണുവാനുള്ള ശ്രമം അവർ ഉപേക്ഷിച്ചത് കൊണ്ട് ഇതവർക്ക് കാണുവാൻ കഴിയുന്നില്ല. പോകട്ടെ. അപ്പോൾ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ എന്ത് ചെയ്തു? അടുത്ത വാചകം വായിച്ചാട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ മൈക്കോൺ ചെയ്തേ. അവൻ ഒരുത്തനിൽ നിന്ന് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. കണ്ടോ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തൻ അഥവാ ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വ മനുഷ്യജാതിയെയും ആദാമെന്ന ഏകരക്തത്തിൽ നിന്നുളവാക്കിയതാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കണ്ടോ? ആമേൻ. നമ്മുടെ നാട്ടിൽ കാണുന്ന കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതാണ് ബൈബിളിൻ്റെ പഠിപ്പിക്കൽ. എന്താണ് പ്രശ്നം? എത്ര മനോഹരമായ സന്ദേശമാണ്. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവമോ? ഇത് ശരിയാണോ? ഇതൊന്ന് തെളിയിക്കാമോ? പിന്നെന്താ, സിമ്പിളല്ലേ? നാളെ രാവിലെ നിങ്ങൾ 4 ചെറിയ ബോട്ടിലെടുക്കണം. 4 ബോട്ടിലിൽ 4 മൃഗങ്ങളുടെ രക്തം നിങ്ങൾ എടുക്കണം. ചെറിയ ബോട്ടിലെടുത്ത് 4 മൃഗങ്ങളുടെ രക്തം കുത്തിയെടുക്കണം. ആട്, ആന, പോത്ത്, പശു, ആമേൻ, ഒക്കെ കുത്തിയെടുക്കണം. പശു എന്നൊക്കെ ഇവിടെ പറയാവൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പറഞ്ഞു പോയി, തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ആമേൻ. അപ്പോൾ 4 മൃഗങ്ങളുടെ രക്തം കുത്തിയെടുക്കുക, അടുത്ത ലാബിലേക്ക് കൊണ്ട് കൊടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. വീണ്ടും 4 ബോട്ടിലെടുക്കുക. ഒന്നുകിൽ ആമേൻ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്തിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ ഇവിടുത്തെ പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ഇവിടുത്തെ ഒരു ഉപദേശയുടെ രക്തം എടുത്ത് അതേ ലാബിൽ കൊടുക്കുക, അതേ പെങ്കൊച്ചുങ്ങളുടെ കയ്യിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? ദേ മാറിപ്പോകല്ലേ, ദേ മൂല ഇരിക്കുന്നതാണ് മുസ്ലിയാർ, ദേ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് പൂജാരി, ദേ അപ്പുറത്തിരിപ്പുണ്ട് പള്ളിയിലച്ഛൻ. പറയില്ല. അവരിറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യനെ കളിയാക്കരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തമല്ലേ എന്ന് പറയും. ഒരൊറ്റ രക്തം അല്ലേ? ഇത് തിരിച്ചറിയാത്ത മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെയും കളറിൻ്റെയും കൊടിയുടെയും ഒക്കെ പേരിൽ തമ്മിത്തല്ലുന്ന മൂട മനുഷ്യൻ. എന്നാൽ വേദപുസ്തകം പറയുക, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തോളത്ത് പിടിച്ചുകൊണ്ട് സഹോദര എന്ന് വിളിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പുറപ്പിൻ്റെ കഴുത്തെറുക്കാനും കയ്യും കാലും വെട്ടാനും മടിയില്ലാത്തൊരു തലമുറ ഇന്നും ഇവിടെ എഴുന്നേറ്റിരിപ്പുണ്ടെങ്കിൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ: നീ പാപിയാണ്, നിന്റെ അകത്ത് പാപമിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് നിനക്കില്ലാത്തത്. അല്ലെങ്കിൽ തന്നെ ജാതിയും മതമൊന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിച്ചോ മലയാളി? പഠിച്ചിട്ടില്ല. 2 പ്രളയം പഠിപ്പിച്ചിട്ടും മനുഷ്യൻ പഠിച്ചിട്ടില്ല. നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് നിലവിളിച്ചു. എന്നിട്ട് പഠിച്ചോ മലയാളി?
ആമേൻ. നോക്കുക, ഗൾഫിൽ നിന്നുകൊണ്ട് പ്രവാസി മെസ്സേജ് അയച്ചു അയൽക്കാരന്, അപ്പുറത്തെ മതിലിൻ്റെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നു, രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മതിലിടിച്ചു കളഞ്ഞു. പ്രളയം കഴിഞ്ഞപ്പോഴോ 2 കട്ട കൂടുതൽ കെട്ടിവെച്ച് പൊക്കത്തിൽ അവൻ മതിൽ കെട്ടി. ഇതാണ് മനുഷ്യൻ. മനുഷ്യൻ ഇതൊന്നും തിരിച്ചറിയത്തില്ലെന്നേ. ജാതിയും മതവും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരത്തില്ലേ? ഇവിടെ അവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയെന്നിരിക്കട്ടെ, കിഡ്നി കൊടുക്കാൻ വന്നത് അപ്പുറത്തെ ജമാഅത്തിലെ മുസ്ലിയാർ. എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ ചരിത്രം നിങ്ങളാരെങ്കിലും ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നോക്ക്, കഴുത്തിൽ കൊന്തയും കുരിശും തൂക്കിയിട്ട് ബൈക്ക് ഓടിച്ച് പാഞ്ഞു പോകുന്ന ചെറുപ്പക്കാരൻ ഒരു ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ട് ചെന്ന് ഡോക്ടർ പറഞ്ഞു, തലയ്ക്ക് മുറിവുണ്ട്, ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ ഇവനെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് അടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി കൊടുത്ത RSSകാരൻ പറയുക, അമ്മ കരയണ്ട, ഞാൻ തരാം രക്തം എന്ന് പറഞ്ഞാൽ, വേണ്ട, നീ RSS അല്ലേ, വേണ്ട എന്ന് പറഞ്ഞ ചരിത്രം നിങ്ങളാരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മനുഷ്യന് ഒന്ന് നിൽക്കുന്ന നിപ്പിൽ ഉരുണ്ട് താഴോട്ട് വീണാൽ പൊക്കിയെടുക്കേണ്ടവനാണ് മനുഷ്യൻ എന്നുള്ള ആ ചിന്ത പോലും ഇല്ലാതെ, ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന പ്രവൃത്തി കൊണ്ട് 4 കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യൻ ഇവിടെ മൃഗത്തെക്കാൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാരണം പാപമാണ്. ശരിയല്ലേ? മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാകുമോ? നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങളുടെ ഈ നാട്ടും പുറത്തൊരു മിണ്ടാപ്രാണിയായ കോഴി പോലും ഒരു മുട്ടയിട്ടാൽ എന്ത് ചെയ്യും? കൂകി വിളിച്ച് 10 പേരെ അറിയിക്കും, മുട്ടയിട്ടേന്ന്. കൂകൽ കേൾക്കുമ്പോൾ അമ്മ പറയടി, കോഴി കൂവുന്നടി, നോക്കടി, മുട്ടയിട്ടോ. അതൊരു സിഗ്നലാണ്. ഒരു കോഴി അമ്മയുടെ സിഗ്നൽ. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ, ഈ അടുത്ത കാലത്തൊരു അമ്മ KSRTC ബസിൻ്റെ പുറകിലത്തെ സീറ്റ് മുട്ടയിട്ടേച്ച് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും മുട്ട അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പോൾ അമ്മത്തൊട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യൻ. ഒന്നുകൂടെ ചിന്തിക്കണേ. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന മിണ്ടാപ്രാണിയായ ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് പാല് കൊടുത്ത്, ചോറ് കൊടുത്ത്, പഴം കൊടുത്ത്, പാട്ടുപാടി AC റൂമിൽ കിടത്തി നിങ്ങൾ ഉറക്കിക്കോ. തങ്കു, ചിമ്പു, അങ്ങനെ എന്തെങ്കിലും ടിൻഡു എന്നൊക്കെ വിളിച്ച് നിങ്ങൾ വളർത്തിക്കോ, തലോടിക്കോ, പാട്ടുപാടിക്കോ, ഉമ്മ കൊടുത്ത് ഉറക്കിക്കോ. അങ്ങനെ എത്ര വർഷം നിങ്ങൾ ഉറക്കിയാലും പാട്ടുപാടിയാലും ഒരു കാര്യം ഉറപ്പാണ്, ആ മൃഗം ഒരിക്കലും മനുഷ്യനായി മാറുകയില്ല. മാറുമോ? ഒരിക്കലും മാറുകയില്ല. എന്നാൽ കേവലം ഇരുകാലി മനുഷ്യൻ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കൂടപ്പുറപ്പിനെ തിരിച്ചറിയാതെ, പ്രസവിച്ചമ്മയെ തിരിച്ചറിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാതെ, രക്തബന്ധങ്ങളെ തിരിച്ചറിയാതെ നിസാരമായി കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കഴുത്തറുത്തു മാറ്റുകയാണ്. മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ്റെ അകത്ത് പാപം പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൂർവ്വപിതാക്കന്മാർ എഴുതിപ്പിടിപ്പിച്ച പുരാണങ്ങളിൽ പോലും പാപത്തെ മോചിപ്പിച്ചു കിട്ടുവാനായിട്ട് മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. പാപം എന്ന ഇരുട്ട് മനുഷ്യനെ വിഴുങ്ങി. പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യൻ അന്നു മുതൽ മോക്ഷം തേടി അലയാൻ തുടങ്ങി, സഞ്ചരിച്ചു തുടങ്ങി. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മനുഷ്യൻ പാപിയായി. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ മനോഹരമായൊരു ഭരണകൂടം കേരളക്കരയിൽ ഉണ്ടായിട്ടും കഴിയുന്നില്ല. പിണറായി സർക്കാരിനോട് നമുക്ക് പറയാം, മനുഷ്യൻ പാപിയാണ്, ഈ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യരെ ഒന്ന് രക്ഷിക്കുമോ? 10 ജയിൽ വേണേ ഉണ്ടാക്കിത്തരാം, പക്ഷേ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയില്ല. എന്തുകൊണ്ടേ? പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിനോട് പറഞ്ഞ് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാടിനെ രക്ഷിക്കാം. കഴിയില്ല. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ നല്ലൊരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാടിനെ രക്ഷിക്കാം. കഴിയില്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തിയല്ല പാപം, വെട്ടിക്കളയാൻ കഴിയുന്നൊരു വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്നൊരു വസ്തുവല്ല പാപം. പിന്നെയോ മനുഷ്യൻ്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടാണ് പാപം. ഈ ഇരുട്ടിൽ നിന്ന് രക്ഷ നേടുവാൻ മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. പുരാണങ്ങളിൽ കോറിയിട്ടിരിക്കുന്നു, അസതോ മാം സദ്ഗമയ, തമസോ മാം ജ്യോതിർഗമയ, മൃത്യോ മാം അമൃതം ഗമയ. അർത്ഥം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഞങ്ങളെ നയിക്കണം ഭഗവാനേ എന്ന് പുരാണങ്ങളിൽ പിതാക്കന്മാർ നിലവിളിച്ചത് ഇരുളിൽ നിന്ന് രക്ഷ നേടാനാണ്. ഈ ഇരുട്ട് മനുഷ്യനെ വിഴുങ്ങി. ഇസ്ലാമിക സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, അവരുടെ പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന മഹാന്മാരുടെ വാക്കുകൾ കോറിയിട്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ പാപിയാണ്. പാപം മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ചു. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപികളായി എന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനം 2021 മനുഷ്യൻ്റെ പ്രവൃത്തികൾ ശരിവെക്കുക തന്നെ ചെയ്യുന്നു.
അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ തെരുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ആമേൻ സുവിശേഷങ്ങൾ കേൾക്കുമ്പോൾ ആമേൻ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഈ സുവിശേഷം കേൾക്കുമ്പോൾ ആമേൻ മദ്യപാനി കുടി അവസാനിപ്പിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുന്നത്. അതുകൊണ്ടാണ് പാപത്തിൻ്റെ പ്രവർത്തികൾ വഴിവിട്ടുകൊണ്ട് മനുഷ്യൻ നന്മയിലേക്ക് നയിക്കപ്പെടാനിടയാകുന്നത്. അതിന് ചിലർ വിളിക്കുന്ന പേരാണ് മതം മാറ്റം. പ്രിയപ്പെട്ട സ്നേഹിത, ആമേൻ മതം മാറിയിട്ട് ഇവിടെ എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. ആമേൻ നോക്ക്, ഡെയിലി 2 കുപ്പി കള്ളടിക്കുന്ന നാരായണനെ പിടിച്ച് ക്രിസ്ത്യാനി വെള്ളത്തിൽ മുക്കി കറിയാച്ചൻ എന്ന പേരുമിട്ടു. നാരായണനായപ്പോൾ അടിക്കൻ 2 കുപ്പി, കറിയാച്ചനായപ്പോഴും അടിക്കൻ 2 കുപ്പി. വല്ല കാര്യമുണ്ടോ? മതം മാറിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ പറമ്പിൽ കാണുന്ന ചൊറിതണത്തെ എടുത്ത് വീട്ടിലെ ഫ്രണ്ട് ഹോളിലെ ഷോക്കേഴ്സിൽ ചില്ലിട്ട AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിതണം ചൊറുക തന്നെ ചെയ്യും. ഇനി അതിൻ്റെ പേരങ്ങ് മാറ്റി ചൊറിതണത്തിൻ്റെ ഇലയിൽ മണിക്കുട്ടി എന്നൊരു സ്റ്റിക്കറിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് എന്നും വന്ന് അതിൻ്റെ മണിക്കുട്ടി ഇരിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് പേര് മാറ്റിയാലും തൊട്ടാൽ ചൊറിയും. കാരണം സ്ഥലം മാറിയാലും പേര് മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയുമല്ലോ. അപ്പോൾ ആമേൻ ജാതിയും മതവും ആമേൻ പേരും ഒന്നും ഇവിടെ മാറിയിട്ട് കാര്യമില്ല. മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം നേടണം. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് ബൈബിൾ വിളിച്ചു പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അത് സത്യമാണ്. ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇന്നും പകൽ പോലെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പരസ്യങ്ങളിൽ ഞങ്ങളിങ്ങനെ പാടും, ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ഈ ദുനിയാവിലെ മനുഷ്യന്മാരെല്ലാം ദൈവത്തിൽ നിന്നകന്നതിനാലേ ഇബ്ലീസിൻ അടിമകളായി അലകിലായല്ലോ. വന്നോളീൻ സോദരരെ നിങ്ങൾ കേട്ടോളീൻ സുവിശേഷം, വിട്ടോളീൻ പാപ വഴികളെ ഏറ്റുകൊള്ളീശോയേ. അങ്ങനെ പാടും. അതുകൊണ്ട് ആദാമ്യ മനുഷ്യൻ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് യഹോവയായ ദൈവം സൃഷ്ടിച്ച മനുഷ്യനോട് പറഞ്ഞു, ഈ കനി ഭക്ഷിക്കരുത്, ഇത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഇതാണ് ദൈവം മനുഷ്യനോട് ഏദൻ പൂങ്കാവനത്തിൽ കൽപ്പിച്ചത്. ഇവിടെ ഒരു ചോദ്യം, ഒരു പഴം തിന്നതാണോ പാപം എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് ചെറിയൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ 2 കുടുംബക്കാർ, അടുത്തടുത്തിരിക്കുന്ന 2 കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടാവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു പഴം തിന്നതാണോടെ പാപം എന്ന് ചോദിക്കുന്ന അണ്ണന്മാർക്ക് വേണ്ടി മാത്രമായി കഥ പറയുന്നത്. ആമേൻ. അടുത്തടുത്തിരിക്കുന്ന 2 കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കമുണ്ടായി. 2 വീട്ടുകാരും തമ്മിൽ അടിയായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. കൂടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അവരാണല്ലോ വസ്തുവക. ആമേൻ. അവർ വന്നിട്ട് സമാധാനിപ്പിക്കാൻ നോക്കി. കഴിയുന്നില്ല. 2 പേരും ഉഗ്രതാണ്ഡവമാടി നിൽക്കുകയാണ്. ആമേൻ. ഒടുവിൽ അവർ പറഞ്ഞു, എന്നാൽ കോടതി കേസെടുക്കാം, കോടതി വിധി വരട്ടെ, അതുവരെ നിങ്ങൾ തമ്മിലടിക്കരുതെന്ന് പറഞ്ഞു. സമ്മതം. 2 വീട്ടുകാരും സമ്മതം. അതാ അടുത്ത് കാണുന്ന മത്തായിച്ചൻ്റെ കടയിൽ നിന്ന് ആമേൻ 5 രൂപയുടെ വള്ളിക്കയർ മേടിച്ചു. സാധാരണ വള്ളിക്കയർ 5 രൂപയ്ക്ക് കിട്ടുന്ന വള്ളിക്കയർ മേടിച്ച് ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റിയടിച്ച് വലിച്ചു തിരിച്ച് കെട്ടി. എന്നിട്ട് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ നിങ്ങൾ തമ്മിലടിക്കരുത്. സമ്മതം. ഒരു നിയമം ആമേൻ 2 വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥഗണം കടന്നുപോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലൊരു വീട്ടിലൊരു ചെറുക്കനുണ്ട്, ഒരു തലതെറിച്ച ചെറുക്കൻ. അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇറങ്ങി ഓടി ഇങ്ങോട്ട് വന്നിട്ട് അവന്മാരുടെ ഒരു കയറേ കെട്ടി വെച്ചേക്കണമെന്ന് പറഞ്ഞ് എല്ലാം അറുത്തങ്ങോട്ട് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരടാ കയറ് മുറിച്ചോന്ന് ചോദിച്ചു. ലവനാ സാറേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു. ഒരൊറ്റ അടി കൊടുത്ത് കേരള ജീപ്പിലെന്ന് പറഞ്ഞ് എടുത്ത് അകത്തിട്ടു. ഇത് കണ്ടുകൊണ്ട് ആ ഉമ്മറത്തിരുന്ന് മുറുക്കുന്ന ഒരു അമ്മച്ചി പറഞ്ഞ ഡയലോഗ് കൂരാച്ചുണ്ട് കേൾക്കണേ. അമ്മച്ചി പറയുകയാണ്, അയ്യോ എന്തരടിയാ കൊച്ചിനെ ഇട്ട് അടിക്കുന്നത്? 5 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. നിങ്ങൾക്ക് പിടികിട്ടിയോ? 5 രൂപയുടെ കയറ് മുറിച്ചതിന് തല്ലുന്ന എന്തിന്? വേണ്ട, മത്തായിയുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. എന്നാ ഞാൻ വേണേ 50 രൂപ തരാം. 10 വള്ളി കയറ് മേടിച്ചോ, അല്ലെങ്കിൽ 5 വള്ളി കയറ് മേടിച്ചോ, എന്നിട്ട് ആ കൊച്ചിനെ അങ്ങ് വിട്ടുകള. ഒരു വണ്ടി കയറ് പകരം കൊടുക്കാം. കൊച്ചിനെ വിടുമോ? പ്രിയരെ, 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി, നിയമലംഘനം നടന്നു. കേവലം ഒരു പഴം തിന്നതല്ലടോ പാപം, മറിച്ച് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യനോട് അരുത് എന്ന് പറഞ്ഞു. സൃഷ്ടാവിൻ്റെ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു. നിയമലംഘനം. മനുഷ്യൻ പാപിയായി. മനുഷ്യൻ പാപത്തിൽ വീണു. കേവലം ഒരു പഴം തിന്നതാണോടോ പാപം എന്ന് ചോദിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ മതി. ദൈവം അരുത് എന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്തു. നിയമലംഘനം. മനുഷ്യൻ പാപത്തിലായി. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഇവിടെ ആമേൻ ദൈവം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, തിന്നുന്ന നാളിൽ നീ മരിക്കും.
എന്നാൽ ഇബ്ലീസ് അഥവാ ലൂസിഫർ, പിശാച്, ശൈത്താൻ, സാത്താൻ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇരുട്ടിൻ്റെ ആത്മാവ് ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലമുള്ളവനെന്ന് കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാ പാമ്പ്. ചിലർ പറയും പാമ്പ് പിശാച് എന്നൊക്കെ, അങ്ങനെയൊന്നും വേദപുസ്തകം പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാ പാമ്പ്, സൃഷ്ടി, ഒരു ജന്തുഭാവം. പക്ഷേ അതിനൊരു കൗശല ബുദ്ധി ദൈവം കൊടുത്തു. നല്ല ബുദ്ധിയുള്ളൊരു ഐറ്റമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുമെന്ന് പറഞ്ഞ് നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരു ജന്തുവാണ് പാമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു സാധാരണ ജന്തുവാണ്. പിന്നെ ചില ആളുകൾ അതിനെ ദൈവമാക്കി വെക്കുന്നുണ്ട്. നമുക്ക് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ദൈവത്തെ കാണാൻ വേണ്ടി 3-4 വർഷമൊക്കെ മുടങ്ങാതെ കഷ്ടപ്പെട്ട് വണ്ടി കയറി പോകുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഭക്തരായവർ. പക്ഷേ 4 വർഷം സ്ഥിരമായിട്ട് വന്ന രമണിയെ ഈ വർഷം കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് ദൈവം തിരിച്ച് തിരക്ക് വീട്ടിൽ ചെന്നാലോ? അയ്യോ, എളിയ സാധുവായ അടിയൻ്റെ വീട്ടിൽ വരാൻ അടിയൻ എന്തുള്ളൂ എന്ന് രമണി ചോദിക്കത്തില്ല. അപ്പോഴേ ബാബാ സുരേഷിനെ പിടിക്കും. അതാണ് സംഭവം നടക്കും. പക്ഷേ ഇതൊന്നും ചിന്തിക്കാനുള്ള മനുഷ്യന് ബുദ്ധിയൊന്നുമില്ല. എല്ലാം ഇരുട്ടിനകത്ത് കിടന്ന് തപ്പുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഒരു ജന്തു, പാമ്പ്, ഒന്നല്ല, ഒരു ജന്തു. ആ ജന്തുവായിരിക്കുന്ന ആ സൃഷ്ടിയെ വശീകരിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് പാമ്പിൽ പ്രവേശിച്ചു. തോട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ അടുക്കൽ വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു. എന്താ? ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും. ഇതാ ഇരുട്ടിൻ്റെ ആത്മാവ് പറയുന്നു, ഇല്ല, നിങ്ങൾ മരിക്കില്ല, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങളും ദൈവത്തെ പോലെയാകും. ഇവിടെ ഒരു വാദം നടക്കുകയാണ്. ദൈവം പറയുന്നു തിന്നുന്ന നാളിൽ മരിക്കും. പിശാച് പറയുന്നു, ഇരുട്ടിൻ്റെ ആത്മാവ് പറയുന്നു മരിക്കില്ല നിശ്ചയം. ഒരിക്കൽ ഒരു സഹോദരൻ ഇങ്ങനെ പാസ്റ്റർമാരെ കളിയാക്കിക്കൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവം പറഞ്ഞു മരിക്കും, തിന്നുന്ന നാളിൽ മരിക്കും, ആ ദിവസം മരിക്കും. ഇവിടെ ഇരുട്ടിൻ്റെ ആത്മാവ് പറയുന്നു മരിക്കില്ല നിശ്ചയം. സത്യം പറഞ്ഞാൽ ഈ അമ്മച്ചിയും അച്ചായനും തിന്നു. ഏത്? ആദമും ഹൗവയും തിന്നു. അവർ മരിച്ചില്ലല്ലോ. ഈ ചേട്ടൻ പറയുകയാണ് അവർ മരിച്ചില്ലല്ലോ. പകരം പിശാച് പറഞ്ഞതല്ലേ സംഭവിച്ചത്? അവർ മരിച്ചില്ല. അപ്പോൾ ദൈവം പറഞ്ഞത് തെറ്റി. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു, അത് തെറ്റിപ്പോയി. ഇവിടെ പിശാച് പറഞ്ഞു നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം, കണ്ണു തുറക്കും. പിശാച് പറഞ്ഞപ്പോൾ ദൈവത്തെക്കാൾ വാക്ക് പറഞ്ഞത് പിശാചല്ലേ എന്നൊക്കെ പറയുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയാനാണ് എന്നോർത്ത് സഹതപിക്കാതെ നിവർത്തിയില്ല. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യന് സംഭവിച്ച മരണം എന്താണ്? മനുഷ്യന് സംഭവിച്ച മരണം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നീ 80 വയസ്സ് വരെ ജീവിച്ചാൽ മതി എന്നൊരു നിയമം ഈ പഴം അകത്തേക്ക് കയറുന്നത് വരെ വെച്ചിട്ടില്ല. ശാരീരികമായൊരു മരണത്തിന് ലിമിറ്റില്ല. അവന് ദൈവത്തോട് കൂടെ വസിക്കാവുന്ന പദവിയിലാണ് സൃഷ്ടിച്ചത്. എന്നേക്കും ദൈവത്തോട് കൂടെ ഇരിക്കാനുള്ള പദവിയിലായിരുന്ന മനുഷ്യൻ, അതിന് ലിമിറ്റ് വന്നു. ശാരീരിക മരണം അവിടെ നിശ്ചയിക്കപ്പെട്ടു. മറ്റൊന്ന്, ദൈവത്തോടൊന്നിച്ച് വസിക്കാനുള്ള പദവി നഷ്ടപ്പെട്ടു. അതിനൊന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ, ആദമിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലമതിക്കാനാകാത്തൊരു പദവിയുണ്ട്. ആദാം ദൈവത്തിൻ്റെ മകൻ. അപ്പൊ നഷ്ടപ്പെട്ടത് എന്താണ്? പുത്രത്വം നഷ്ടപ്പെട്ടു. ദൈവത്തോടൊന്നിച്ച് നിത്യമായി വസിക്കാനുള്ള ആത്മാവിൻ്റെ ആ അവകാശം നഷ്ടപ്പെട്ടു. 2 മരണം. 1 ആത്മീയ മരണം സംഭവിച്ചു. 2 ശാരീരിക മരണത്തിന് മനുഷ്യൻ നിയമിക്കപ്പെട്ടു. ഈ 2 മരണവും അവിടെ സംഭവിച്ചു. മനുഷ്യനത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും 70-80 ഒക്കെ കഴിയുമ്പോൾ എല്ലാം പെട്ടി കയറിപ്പോകുന്നത്. എന്നാൽ ഈ 2 മരണത്തിൽ നിന്നും മനുഷ്യനെ തിരിച്ചു പിടിക്കാൻ സ്വർഗം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതിയുടെ വിളംബരമാണ് കവലകൾ തോറും ഞങ്ങൾ നടത്തുന്ന സുവിശേഷ പ്രഘോഷണം. മനുഷ്യനെ ശാരീരിക മരണത്തിൽ നിന്ന് വിടുവിച്ച് എന്നേക്കും ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുപോവുക ഒന്നാമത്തെ പദ്ധതി. 2, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന നിത്യ നരകത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ആത്മാവിനെ രക്ഷിച്ചെടുക്കുന്ന പദ്ധതി. ആത്മാവിൻ്റെ രക്ഷയും എന്നേക്കും ജീവിക്കാനുള്ള അവസരവും. ഈ 2 കാര്യങ്ങളും ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടതാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഞങ്ങൾ തൊണ്ട കീറുന്ന ആശയത്തിൻ്റെ ചുരുക്കം ഇത്രയുള്ളൂ. അന്ന് ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയ പുത്രത്വം യേശു ക്രിസ്തുവിൽ കൂടി തിരിച്ചു തരുന്ന സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. അത് തിരികെ കിട്ടും. അല്ലാതെ നീ ഓർമ്മ വെച്ച കാലം മുതൽ ഭാവിയാണ് നെഞ്ചത്തടിച്ച് ജീവിക്കുന്ന കാലം മുഴുവൻ ഞങ്ങൾ ചാകാൻ കട്ടിലേക്ക് കിടക്കുമ്പോഴും ചത്തപ്പോഴും പാപികൾ സ്വർഗരാജ്യം അവകാശാക്കൂല. അപ്പോൾ പിന്നെ അച്ചാൻ അങ്ങോട്ട് പോവും? അത് അച്ചായന് പോലും അറിയില്ല. പിന്നെ ആകെ ഒരാശ്വാസം, മരിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ ആത്മാവിനെ കയറ്റിവിടുമെന്നാണ്. അങ്ങനെ കയറ്റിവിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇത്തിരി കഴിഞ്ഞ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. മനുഷ്യൻ പാപിയാണ്.
ഏകനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. പുറത്താക്കപ്പെട്ടു. ദൈവത്തോടൊന്നിച്ച് വസിക്കാനുള്ള പദവി നഷ്ടപ്പെട്ടു. പുത്രത്വം നഷ്ടപ്പെട്ടു. പ്രിയരെ, മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. അവിടെ മുതൽ നമ്മൾ കാണുന്ന ദൈവിക പദ്ധതികൾ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ്? പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ ഓർത്ത് ആമേൻ വേദനിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. പാപത്തിൽ വീണുപോയ മനുഷ്യനെ മുഴുവൻ ആമേൻ നശിപ്പിച്ചു കളഞ്ഞിട്ട്, ആമേൻ മനുഷ്യനെ മുഴുവൻ മുടിച്ചു കളഞ്ഞിട്ട്, ആമേൻ സംഹാര താണ്ഡവമാടുന്നൊരു സംഹാരമൂർത്തിയായിട്ടല്ല പിന്നീട് നാം വേദപുസ്തകത്തിൽ ദൈവത്തെ കാണുന്നത്. പകരം മനുഷ്യനെ രക്ഷ നൽകുവാനായി ഒരു പെട്ടകം മനുഷ്യന്റെ മുമ്പിൽ തീർക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം കാണാം. പെട്ടകത്തിൽ പ്രവേശിക്ക, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ഈ ശപിക്കപ്പെട്ട ഭൂമി ജലപ്രളയത്താൽ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആമേ പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു മനുഷ്യനോട്. ആര് കേൾക്കാനാണ്? നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പൊട്ടനെ പോലെ തെരിക്കോണുകളിൽ നിന്ന് അലറി, ആമേ ദാ ജലപ്രളയം വരാൻ പോകുന്നു, കയറ എന്ന് പറഞ്ഞു. ആര് കേൾക്കാൻ? മഴയെന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടില്ലാത്ത മനുഷ്യരോട് പറയുകയാണ് പ്രളയം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും നിനക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറയും. ഇതുപോലെയാണ് നമ്മളെ നോക്കിയും പലരും പറയണത്. ഇവന്മാർക്ക് ഒരു ജോലിയില്ല, ഉമ്മ കിടന്ന് ഉണ്ട കയറി അലറിപ്പോയി, വേറെ ജോലിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നല്ല ജോലിയൊക്കെ ഉള്ളവർ അതൊക്കെ രാജിവെച്ചുകൊണ്ട് ഈ സ്വർഗീയ സന്ദേശം അറിയിക്കുന്ന ആമേ സ്വർഗത്തിൻ്റെ വക്താക്കളായി ഇറങ്ങിത്തിരിച്ചത് ജോലിയും കൂലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ദൈവം ഏൽപ്പിച്ചതാ. വിളിച്ചു പറ ആമേൻ. ഇതുപോലൊരു ദൗത്യം നമ്മുടെ മേലും ഏൽപ്പിച്ചു. വിളിച്ചു പറ. എന്താണ്? ഇനി ഈ കാണുന്ന ആകാശവും ഭൂമിയും ആമേൻ ജലപ്രളയം കൊണ്ടല്ല, തീ കൊണ്ട് ചുട്ടരിപ്പാനായി വെച്ചിരിക്കുകയാണ്. വിളിച്ചു പറ. ഒരിക്കൽ 2002 ഞാൻ യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അന്ന് പത്രോസിന്റെ ലേഖനം വായിച്ചപ്പോൾ കാണുന്നു ആമേൻ ഇന്ന് കാണുന്ന ഈ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, കത്തിക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ലോകം മുഴുവനൊക്കെ കത്തിക്കാൻ അതൊക്കെ എങ്ങനെ നടക്കും എന്നൊക്കെ ഇങ്ങനെ അന്ന് എൻ്റെ ബാലിശമായ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു. എന്നാലിപ്പം അതിനുള്ള പദ്ധതികളൊക്കെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുക അല്ലേ? നമ്മുടെ എല്ലാം മണ്ണിനടിയിലൂടെ പാചകവാതകം ഇങ്ങനെ കടത്തി വിടുകയാണ്. എല്ലാ ഭൂമിയിലും ഗ്യാസ് ഫില്ല് ചെയ്ത് ഒരറ്റത്തൊന്ന് കൊളുത്തി എല്ലാം കൂടെ ഭൂമെന്നും പറഞ്ഞ് കത്തിക്കോളൂ. അതൊക്കെ കത്തേണ്ട സമയത്ത് തമ്പുരാൻ കൊളുത്തിക്കോളും. നമ്മളാരും കൊളുത്തണ്ട, തമ്പുരാൻ കൊളുത്തിക്കോളും. എല്ലാ മേഖലയിൽ ഇതെല്ലാം പ്രവചനമെല്ലാം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് എളുപ്പമാണല്ലേ? ഒറ്റ നിമിഷം ഭൂമെന്നും പറഞ്ഞ് കത്തിപ്പോകും. അതിനൊക്കെ സമയം വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട വിഷയം മാത്രം പറഞ്ഞ് ഞാൻ ഓടി മുന്നോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ പാപത്തിൽ വീണുപോയ മനുഷ്യൻ, ആ മനുഷ്യന്റെ മുമ്പിൽ ദാ പെട്ടകം ഒരുക്കി വെച്ചു. കയറിയില്ല. ആകെ 8 പേര്, നോഹയും കുടുംബവും അടങ്ങുന്ന 8 പേര്. ഇവിടെ എനിക്കൊരു ചിന്ത പറയാനുണ്ട്, പറയാതെ പോകാൻ പറ്റുകയില്ല. ഈ നോഹയും കുടുംബവും അടങ്ങുന്ന 8 പേര് രക്ഷ പ്രാപിച്ചു. 8 പേര് രക്ഷ പ്രാപിച്ചു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ബൈബിൾ തിരുത്തപ്പെട്ടതാണ്. ബൈബിളിൽ മനുഷ്യൻ കൈ കടത്തി തിരുത്തി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയ പഞ്ചഗ്രന്ഥമാകുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ പഞ്ചഗ്രന്ഥമാകുന്ന തോറ എന്ന തൗറാത്തിൽ നോഹയും കുടുംബവും അടങ്ങുന്ന 8 പേർ രക്ഷ പ്രാപിച്ചു എന്ന് എഴുതി. വർഷങ്ങൾ ചിലത് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊരു പുസ്തകം വന്നിട്ട് പറഞ്ഞു നോഹയും കുടുംബവും രക്ഷിച്ചില്ല, ഒരു മോനെ കൊന്നു കളഞ്ഞു. അപ്പം അതങ്ങനെ ശരിയായി. എന്നിട്ട് പറയുന്നു ഇത് അതിരുത്തിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനൊരു പാട്ടെഴുതി, ആ പാട്ട് CD ആയി, അത് ഹിറ്റായി. ആ പാട്ടിനകത്ത് ഇങ്ങനെ ഇപ്പം ഒത്തിരി ഹിറ്റ് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഇവിടെ പാടിയല്ലോ, വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും, അല്ലേ? നല്ല പാട്ടാ. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി, അല്ലേ? സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല എന്ന് പാടി. ഈ പാട്ടങ്ങ് ഹിറ്റായി, എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ അതേ പാട്ട് എന്ത് ചെയ്യാണ്, ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഹിന്ദിയിലോട്ട് എഴുതിയിട്ട് പറഞ്ഞു വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ എന്നുള്ളിടത്ത് ദാവീദിനേക്കാൾ സുന്ദരമായി എന്നങ്ങ് എഴുതി. അത് ഹിന്ദിയിലാണ് എഴുതിയത്. എന്നിട്ട് പുള്ളി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്, ദേ ആദ്യം എഴുതിയതാണ് തിരുത്തപ്പെട്ടതെന്ന്. എന്തൊരു വിരോധാഭാസമാണ് എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നോഹയും കുടുംബം അടങ്ങുന്ന 8 പേര് രക്ഷ പ്രാപിച്ചു. അത് പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു.
8 പേര് രക്ഷപ്രാപിച്ചു. 8 പേര് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി. ജനം പിന്നെയും ഭൂമിയിൽ പെരുകി തുടങ്ങി. എന്നാൽ ജനത്തിൻ്റെ അകത്തിരിക്കുന്ന പാപത്തിൻ്റെ വിത്ത് മനുഷ്യനെ പിന്നെയും പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ അതാ ഒരു പ്രമാണം വെച്ചു. മോശയിലൂടെ ന്യായപ്രമാണം മോശയിലൂടെ ദൈവം ജനത്തിന് നൽകി. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടും എന്ന് കാറ്റഗറി തിരിച്ചെഴുതിയ കാറ്റലോഗ് എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊബൈൽ വാങ്ങുമ്പോൾ, ഈ വാച്ച് വാങ്ങുമ്പോൾ, ഈ കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉപകരണം വാങ്ങിയാൽ അത് നിർമ്മിച്ച കമ്പനിക്കാരുടെ ചെറിയൊരു പുസ്തകം അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് യൂസേഴ്സ് മാനുവൽ, ഉപയോഗിക്കേണ്ടുന്ന വിധം. നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി 10 രൂപയുടെ എലിവിഷം മേടിച്ചാൽ അതിനകത്തും ചുരുട്ടി വെച്ചിരിക്കുകയാണ് ഉപയോഗിക്കേണ്ടുന്ന വിധം. പിള്ളേരുടെ അടുക്കലൊന്നും വെക്കരുത്, ബിസ്ക്കറ്റാന്നും പറഞ്ഞെടുത്ത് തിന്നാൽ തട്ടിപ്പോകുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് നിബന്ധനകൾ. ഉണ്ടാക്കിയ കമ്പനിക്കാരൻ്റെ നിയമങ്ങൾ, നിബന്ധനകൾ. ഇതുപോലെ മനുഷ്യനെ നിർമ്മിച്ച നിർമ്മാതാവ് ദൈവം, മനുഷ്യൻ, ദൈവത്തിൻ്റെ നിർമ്മിതിയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, എങ്ങനെ ജീവിച്ചാൽ ശപിക്കപ്പെടുമെന്ന് കാറ്റഗറി തിരിച്ചെഴുതിയ കാറ്റലോഗ് മനുഷ്യന് കൊടുത്തു. പക്ഷേ മനുഷ്യനാരാമോൻ ഇത് കൈ വെച്ചുകൊണ്ട് അവൻ പിന്നെയും പാപം, പാപം, പാപം. ആമേൻ. പ്രമാണം കയ്യിലിരിപ്പുണ്ട്. അത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇവൻ പിന്നെയും പാപത്തിൻ്റെ അവസ്ഥയിൽ തുടരുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ചില ക്രൈസ്തവർ. ഞാനത് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. ഈ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ മറിയാമ്മയ്ക്കും കിട്ടി ഒരു യൂസേഴ്സ് മാനുവൽ, ഉപയോഗിക്കേണ്ടുന്ന വിധം. മറിയാമ്മ ഈ കാറ്റലോഗ് കൊണ്ടൊന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ടൊരു കമ്പിളി തുണിയും പിടിച്ച് അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് വിരിച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിച്ച് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജല്ലേ. ഇത് കണ്ട മറിയാമ്മ നല്ലൊരു മുനയുള്ള കത്തി പിച്ചാത്തിയുമായിട്ട് ഈ ഐസ് കുത്തി ഇളക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ കൊച്ചുമോൻ അവിടെ ഉണ്ട്. പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ പിള്ളേർ. അവനിങ്ങനെ യോ 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 എന്നും പറഞ്ഞ് വിറച്ച് നിൽക്കുകയാണ്. അവൻ പറഞ്ഞു, അമ്മാമ്മയെ കത്തിയുമായിട്ട് എവിടെ പോകുന്നു? എടാ ഫ്രിഡ്ജിൽ ഐസ് നിറഞ്ഞിരിക്കുന്നുണ്ടോ, കുത്തി ഇളക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നമ്മാമേ, ആ കാറ്റലോഗ് തന്നത് എന്തിയേ? അത് എവിടെ ഇരിക്കുക? നിങ്ങൾ പറഞ്ഞേ. ഫ്രിഡ്ജിൻ്റെ മുകളിലിരിക്കുകയാണ്. അത് ഫ്രിഡ്ജിൻ്റെ പുറത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നമ്മാമേ, വല്ലപ്പോഴും എങ്കിലും അതെടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. എന്നാടാന്ന് ചോദിച്ചു. അമ്മാമേ, ദേ ആ കാറ്റലോഗിൽ എഴുതിയിട്ടുണ്ട്, ഈ ഫ്രീസറിനകത്ത് ഗ്യാസ് നിറച്ച ചെറിയ ചെറിയ കുഴലുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് തണുക്കുന്നേ. മുനയുള്ള കമ്പിയോ പിന്നോ സൂചിയോ തുരുമ്പോ ഒന്നും കൊണ്ടത് ഈ കുത്തിക്കൂടാ. അങ്ങനെ ഹോള് വീണാൽ ഗ്യാസ് ലീക്കാവും, പിന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യത്തില്ല. അമ്മാമേ, ദേ ആ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ പുറത്ത്. ഉടനെ മറിയാമ്മ ചിരിച്ചോണ്ട് ചെറുക്കനോട് പറഞ്ഞ വാക്കാണ്, പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം പറയും. ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല. ഞങ്ങളുടെ വല്യപ്പച്ചന്മാരുടെ കാലം തൊട്ട് ഞങ്ങൾ ഈ കുത്താ കുത്തുന്നത്. കുത്തിക്കൂ. മനസ്സിലായോ? പുസ്തകത്തെ അങ്ങനെ പലതും പറയും. നിങ്ങളെന്താ പറഞ്ഞാൽ ഈ പുസ്തകം നോക്ക്, ആ പുസ്തകത്തെ അങ്ങനെ പലതും പറയും. പക്ഷെ ഞങ്ങളിത് പണ്ട് കാലം തൊട്ട് കുത്താൻ തുടങ്ങിയതാ. അതുകൊണ്ട് കുത്തൽ നിർത്തിയട്ടെ, പുസ്തകത്തിലൊക്കെ നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാകും. പിടികിട്ടുന്നുണ്ടോ? ആമേ. യൂസേഴ്സ് മാനുവൽ. മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം, അത് തിരിച്ചറിഞ്ഞ് എഴുതി തന്ന ഒരെണ്ണം കയ്യിലിരിപ്പുണ്ട്. ആമേ. പുസ്തകം കൊടുത്തു. പക്ഷേ പുസ്തകത്തിലെ പ്രമാണങ്ങളിൽ നിന്ന് മനുഷ്യൻ പിന്നെയും പിന്നെയും പാപത്തിൻ്റെ അഗാധ കൂപത്തിലേക്ക് മനുഷ്യൻ വീണുപോയപ്പോൾ അതാ ദൈവത്തിൻ്റെ സ്നേഹം പ്രവാചക ശബ്ദമായി വെളിപ്പെട്ടു. യെശയ്യാ, യിരെമ്യാ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ തുടങ്ങി പ്രവാചകന്മാരെ ദൈവം മനുഷ്യന്റെ അടുക്കലേക്ക് അയച്ചു. പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ദൈവം പ്രകൃതിയെ വിളിക്കുന്നു. എൻ്റെ കൂടെയുള്ള കൂട്ടു ദൈവദാസൻ ഞങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ ആമേൻ അദ്ദേഹം പറഞ്ഞൊരു സന്ദേശമുണ്ട്. നോക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കണം. മനുഷ്യൻ്റെ പാപപ്രവൃത്തികളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ദൈവം ആമേൻ ആകാശത്തെയും ഭൂമിയെയും വിളിച്ചിട്ട് പറയുക, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. അവരോട് സംസാരിക്കുക. ഈ മനുഷ്യൻ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിഞ്ഞിട്ടും ഈ മനുഷ്യൻ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നത് ആരോടാ? ആകാശത്തോടും ഭൂമിയോടും പ്രകൃതിയെ വിളിക്കുന്നു. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൂത് ആ ദൈവദാസൻ ഞങ്ങളിങ്ങനെ ചർച്ചയിൽ കൈമാറി. എന്തെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഈ സന്ദേശം നിങ്ങളെ സ്വീകരിക്കാതെ ആരെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയച്ച് നിങ്ങൾ പൊക്കോ. നാളെ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, സുവിശേഷം തള്ളിക്കളഞ്ഞത് തെളിയിക്കാൻ ഈ പൊടിയെ ദൈവം സാക്ഷ്യത്തിനായി വിളിക്കുന്നൊരു ദിവസമുണ്ട്. മനോഹരമായ സന്ദേശം. നോക്കണം,
ആമേൻ. പ്രകൃതിയെ ദൈവം ഒരു CCTV ആയി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെയെല്ലാം സാക്ഷ്യത്തിനായി വിളിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നോക്കണം. ആമേൻ. പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, മക്കളെ പോറ്റി വളർത്തിയവർ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിഞ്ഞിട്ടും സൃഷ്ടിച്ച ജനം എന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞി പോലെയാക്കി തീർക്കാമെന്ന് ദൈവം വിളിച്ചു പറഞ്ഞു. മനുഷ്യൻ പ്രവാചക ശബ്ദത്തിന്റെ മുമ്പിൽ മത്സരിക്കുന്നു. ദൈവ ശബ്ദത്തിന്റെ വാക്കുകൾക്ക് മനുഷ്യൻ ചെവി കൊടുക്കുന്നില്ല. മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചു. ആമേൻ. പ്രവാചകന്മാരുടെ വാക്കുകളിൽ നിന്നും ജനം പിന്നെയും പിന്നെയും പാപത്തിങ്കിലേക്ക് അകന്നു പോകുമ്പോൾ പാപകൂപത്തിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ സ്വർഗീയ കോടതി ഒരുക്കിയ ദൈവിക പദ്ധതി ആമേൻ പ്രവാചകന്റെ നാവിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി. എന്താണ്? ആമേൻ. അതാ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിപ്പാൻ ആദാമ്യ പാപത്തിൽ കുടുങ്ങിപ്പോയ സർവ്വമാനവരാശിയെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ആമേൻ ഒരൊറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്ന് ഉളവാക്കിയ സകല മനുഷ്യജാതിയെയും രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ പദ്ധതി പ്രവാചകനിൽ കൂടി വിളിച്ചു പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആമേൻ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ മാനവരാശിയെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരുമെന്ന ദൈവിക പദ്ധതി പ്രവാചകന്മാരിൽ കൂടി വെളിപ്പെടുത്തി. ഇനി ഒന്നുകൂടി ആഴത്തി പറയട്ടെ. അല്പകാലം കഴിഞ്ഞപ്പോൾ ആ പദ്ധതി എവിടെയാണ് നടക്കുന്നതെന്ന് പഞ്ചായത്തും വില്ലേജും വരെ പറഞ്ഞു. ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത എന്ന വില്ലേജിൽ അവൻ ജനിക്കും. ഇങ്ങനെ പ്രവചിച്ചിട്ട് ജനിച്ച ഒരാളുണ്ടോ ഉലകത്തിൽ? ആമേൻ. ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കുവാൻ ദൈവം തീരുമാനമെടുത്ത ദൈവിക പദ്ധതിയുടെ ഭാഗമായി അതാ ഒരു കന്യകയെ തിരഞ്ഞെടുത്തു, മറിയ. ആമേൻ. ഞാനത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ഒരു ഉപദേശി അങ്ങനെ മറിയെക്കുറിച്ച് പറയുന്നത് കേട്ടു, സന്തോഷം. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലർ പറയും പെന്തക്കോസുകാർ അമ്മയില്ലാത്തവരാന്ന് പറയും. പിന്നെ ചില ആളുകൾ പറയും പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ എന്തോ കോഴിമുട്ട വിരിഞ്ഞകാൽ തോടിനെന്ത് പ്രാധാന്യം, പഴം തിന്നാൽ തൊലിക്കെന്ത് പ്രാധാന്യം എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾ. അതൊക്കെ വിവരമില്ലായ്മയാണ്. അങ്ങനെയൊന്നും ചോദിക്കുന്നത് പാടില്ല. ആമ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിനായി ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട, ആമെ അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മ ആമെ മറിയെ തിരഞ്ഞെടുത്തു. ഒരിക്കലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഭാഗ്യവതിയായ ഒരമ്മ തിരഞ്ഞെടുത്തു. ആമേൻ. ആ അമ്മയെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറവിയെടുക്കുവാൻ ദൈവിക പദ്ധതി വെളിപ്പെട്ടു. പിന്നെ പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരാണോ എന്നുള്ള കാര്യം അല്പം കഴിഞ്ഞ് ഞാൻ ബൈബിളിൽ നിന്ന് തെളിയിച്ചിട്ട് പ്രസംഗം നിർത്തത്തുള്ളൂ. അത് വേറെ പിന്നത്തെ കാര്യം. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ആമേൻ. ഉലകത്തിൽ അമ്മ ഉള്ള ഒരു സഭയുണ്ടെങ്കിൽ പെന്തക്കോസ്തു സഭ മാത്രമാണ്. അത് നിങ്ങളെ ബൈബിളിൽ നിന്ന് അക്കമിട്ട് വായിച്ച് തെളിയിച്ചിട്ട് മാത്രമേ എൻ്റെ പ്രഭാഷണത്തിന് അവസാനം കുറിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക. ആമേൻ. അപ്പോൾ ആമേൻ മറിയെ തിരഞ്ഞെടുത്തു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ അതാ യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ആമേൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ചൊരു മാതൃക യേശു കാണിച്ചു തന്നു. ഒരു മനുഷ്യൻ അമ്മയപ്പനോടുള്ള ബന്ധത്തിൽ എങ്ങനെ ജീവിക്കണം, സമൂഹത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നല്ല മാതൃക കാണിച്ചൊരു ജീവിതം നയിച്ചു. മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്രകാരം ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഡെമോ കാണിച്ചു തന്നു, മാതൃക കാണിച്ചു തന്നു. 33 തിരുവയസ്സിൽ സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരിയുടെ ക്രൂശിലേക്ക് യേശു നടന്നു കയറി. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി പുറം കണ്ണുകളെ അടച്ചേ, അകക്കണ്ണുകളെ തുറന്നേ, കാൽവരിയിലേക്കൊന്ന് നോക്കിയേ, നിങ്ങൾക്കൊരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവ്, വെണ്മയും ചുവപ്പുമുള്ളവൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായവൻ. കണ്ടോ കാൽവരിയിൽ? കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസക്കഷണം പോലെ, കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസപിണ്ഡം പോലെ ഓരോ ചാട്ടവാറടിക്കും പീസു പീസായി മാംസക്കഷ്ണങ്ങൾ ഇളകിത്തെറിച്ചു പോകുമ്പോൾ അറക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാട്ടിൻകുട്ടിയെ പോലെ മൗനമായി സകലമാന വേദനകളും അവൻ സഹിച്ചു, സകലമാന ഭാരങ്ങളും അവൻ ചുമന്നു.
നാം മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ശിക്ഷാവിധി യേശുവിൻ്റെ മേലായി. ആമേൻ. സകല പാപത്തിന്റെ ഭാരവും ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് യേശു നടന്നു കയറുകയാണ്. അതാ ആമേൻ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിയാൽ അവിടെ കാണുന്നൊരു കാഴ്ച, യേശു നിലവിളിക്കുകയാണ്, ഏലി ഏലി ലമ്മാ ശബക്താനി. അർത്ഥം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിക്കുന്ന യേശുവിനെ കാണാം. അത് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു ചോദ്യം, അതിൻ്റെ മറുപടിയും പറഞ്ഞടുത്ത ചിന്തയിലേക്ക് പോകാം. ഒരിക്കൽ ഒരു മുസ്ലിം സഹോദരൻ ഞാനുമായി സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ ആ സഹോദരൻ ഇങ്ങനെ ചോദിച്ചു, യേശു മരിക്കാൻ തീരുമാനിച്ചാണോ വന്നത്? ഞാൻ പറഞ്ഞു അതെ. അതിന് തെളിവുണ്ടോ ബൈബിളിൽ? ഉണ്ട്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ പ്രാണനെ അനേകർക്ക് വേണ്ടി കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും അധികാരമുള്ളവനാകുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചു. അതുകൊണ്ട് യേശു മരിക്കുവാൻ തീരുമാനിച്ചാണ് വന്നത്. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ സഹോദരൻ്റെ അടുത്ത ചോദ്യം ചോദിച്ചു, എന്താ? മരിക്കാൻ തീരുമാനിച്ച് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് അതറിഞ്ഞ് തയ്യാറായി വന്ന യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പിന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചതെന്താ? പേടിച്ചു പോയോ? മനോഹരമായ ചോദ്യമാണ്. ഈ ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം നമ്മുടെ തലമുറയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ ചോദ്യം അഭിമുഖീകരിക്കുമ്പോൾ അവർ വന്ന് പാസ്റ്ററോട് ചോദിക്കും, പാസ്റ്ററെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ പാസ്റ്റർമാർ പറഞ്ഞു കൊടുക്കണം, മക്കളെ അത് തിരുവചന പ്രകാരം ഇങ്ങനെയാ. എങ്ങനാ അത് ഞാൻ പിന്നെ പറയാം. പറഞ്ഞു കൊടുക്കണം എന്താ കാര്യമെന്നുള്ളത്. അതിന് പകരം ചില ഉപദേശിമാരുണ്ട്, പിള്ളേരെ പിടിച്ച് കഴുത്തിന് പിടിച്ച് വരട്ടിയിട്ട് പറയും, ദുഷ്ടപിശാചിൻ്റെ മണ്ഡലത്തിൽ അന്ധകാരത്തിൽ കൊണ്ട് തലവെച്ചോ, ദുഷ്ടാത്മാവിനെ ശാസിച്ചുകൊണ്ട് ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കാനൊക്കെ പറയും. കാരണം ഇവന് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അതാണ് കാര്യം. അതുകൊണ്ട് പിള്ളേരെ വെറുതെ പേടിപ്പിക്കരുത്, കാര്യം പറഞ്ഞു കൊടുക്കണം. എന്താണ് കാര്യം? യേശുക്രിസ്തു രക്ഷിക്കാൻ വേണ്ടിയാണോ ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പേടിച്ചിട്ടോ രക്ഷിക്കാൻ വേണ്ടിയോ നിലവിളിച്ചതാണോ? അല്ലവേ അല്ല. പിന്നെന്തിന് നിലവിളിച്ചു? വായിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ നാവിലൂടെ തന്നെ അതിന്റെ മറുപടി എന്താണെന്ന് നമുക്ക് കേൾക്കാം. ലൂക്കോസ് 24:44. ലൂക്കോസ് 24:44. വേഗത്തിൽ വായിച്ച മൈക്കിൽ കൂടെ. വളരെ പെട്ടെന്ന്, സമയം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവനെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആകട്ടോ. അവൻ അവരോട്, അഥവാ ശിഷ്യന്മാരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. ഏത് വാക്ക്? വായിച്ചോ. ഏത് വാക്ക്? മോശയുടെ ന്യായപ്രമാണത്തിലും ശരി, പ്രവാചക പുസ്തകങ്ങളിലും ശരി, സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തി ആകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. മതി. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞത് ഓർക്കണ്ടേ? എന്താ പറഞ്ഞത്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് ചിലത് എഴുതിയിട്ടുണ്ട്, അത് നിവർത്തി വരണം. ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്ത് വരണം? ഇത് പറഞ്ഞേ, എന്ത് വരണം? പറഞ്ഞാട്ടെ. നിവർത്തി വരണം. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് എവിടെയൊക്കെയുണ്ട്? മോശയുടെ ന്യായപ്രമാണത്തിലുണ്ട്, ഉണ്ട്. പ്രവാചക പുസ്തകങ്ങളിലുണ്ടോ? ഉണ്ട്. സങ്കീർത്തനങ്ങളിലുണ്ടോ? ഉണ്ട്. എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് വായിക്കാം. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചേ. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം. വേഗം വായിച്ചേ. 22:1. 22:1 വേഗത്തിൽ വായിച്ചാട്ടെ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? നടക്കുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പൊ യേശുക്രിസ്തു പറയാണ്, എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ ന്യായപ്രമാണങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നത് എന്ത് ചെയ്യണം? നിവർത്തി വരണം. 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ മശികായെ കുറിച്ച് എഴുതിയത് നിവർത്തി വരേണ്ടതിന് ക്രൂശിൽ അത് ഏറ്റുപറയുന്നു യേശു. എന്നിട്ടോ നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിടുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ സകലത്തിനും ഉത്തരം കിട്ടും. അല്ലാതെ ഇത്തരത്തിലുള്ള കുടുക്ക് ചോദ്യങ്ങളും കൊണ്ടുവരുന്ന കുടുക്ക് വലയിൽ പെട്ടുപോകാതെ വേദപുസ്തകം വായിക്കാൻ ശ്രമിക്കുക. അതാണ് പലരുടെയും പരാജയം. പലരുടെയും വീട്ടിൽ ബൈബിൾ പേരിനുണ്ട്, പക്ഷേ കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തുണ്ട് പേപ്പറും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും ഇതെല്ലാം കൊണ്ടുവച്ച് അടുക്കി അവിടെ വെച്ചിരിക്കുകയാണ്. പറ്റുമെങ്കിൽ ഇച്ചിരി ചെമ്പരത്തിപ്പൂവും പറിച്ചിടും. എന്നിട്ട് ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ചിട്ട് റോഡിൽ കൂടെ ഓലക്കാലും കൊണ്ട് നടക്കും. ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. റോഡിൽ കൂടെ ഓലമടലും പിടിച്ചുകൊണ്ട് പോകുന്നത് അഭിമാനം, ബൈബിളും പിടിച്ചുകൊണ്ട് പോകുന്നവനെ കണ്ടാൽ ഇച്ചി. നിന്റെ മനോഭാവം മാറണം. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറ്റം വരാത്ത സ്വർഗീയ വചനം അഭിമാനത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനകത്തെഴുതിയിരിക്കുന്ന സ്വർഗീയ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിനു വേണ്ടി നിൽക്കാൻ ശ്രമിക്കാം.
ആമേൻ നിവർത്തിയ എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ തന്റെ പ്രാണനെ വിടുന്നു. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം കൊണ്ടുവയ്ക്കുകയാണ്. ആ ഭൗതിക ശരീരം അതാ ആമേൻ നല്ല കല്ല് ഉരുട്ടി വെച്ച് അടച്ചുറപ്പാക്കി പട്ടാളക്കാർ കാവൽ നിൽക്കുകയാണ്. എനിക്ക് വലിയ രസം തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഇവിടുത്തെ ATM-ന്റെ മുമ്പിൽ സെക്യൂരിറ്റി നിൽക്കുന്ന നമുക്ക് കാണാം. ബാങ്കിൽ പണം കൊണ്ടുവരുന്ന വണ്ടിയുടെ കൂടെ 2 പോലീസുകാർ വരുന്നത് കാണാം. എന്നാൽ ഏതെങ്കിലും ഒരു മൃതശരീരത്തിന്റെ മുമ്പിൽ പട്ടാളക്കാർ തോക്കും പിടിച്ച് കാവൽ നിന്ന ചരിത്രം എവിടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരേ ഒരു ചരിത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ അതാ ഒരു കൂട്ടം പട്ടാളക്കാർ കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി അവർ കാവൽ നിൽക്കുകയാണ്. എന്തിന്? ഈ യേശു ജീവിച്ചിരുന്നപ്പോൾ പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ പ്രാണനെ കൊടുക്കുകയും 3-ാം നാളിൽ അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യുമെന്ന് യേശുക്രിസ്തുവിന്റെ പ്രസ്താവനയ്ക്ക് മുമ്പിൽ ഭയന്നുകൊണ്ട് കാവൽ നിൽക്കുന്നു റോമൻ പട്ടാളക്കാർ. എന്നാൽ റോമൻ ഭരണകൂടത്തിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് അതാ പട്ടാളത്തിന്റെ കാവലിനെ ഭേദിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ആമേൻ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമായിരിക്കുന്നു. ആമേൻ. നിങ്ങളിവിടുത്തെ ഏതെങ്കിലും സഹോദരന്മാരോട് ചോദിക്കുക, യേശു മരിച്ചു. അവർ പറയും, അയ്യോ യേശു മരിച്ചിട്ടൊന്നുമില്ല, യേശുവിനെ ആർക്കും കൊല്ലാനൊന്നും പറ്റൂല. അപ്പോൾ യേശു ഇപ്പോൾ അവിടെ ഉള്ള യേശു സ്വർഗത്തിലുണ്ട്. ഇപ്പോഴും ജീവനോടുണ്ടോ? ഉണ്ട്. ഇനി എന്ത് ചെയ്യും? ഇനി വരും? തീർച്ചയായിട്ടും വരും. ലോകം കണ്ട, ലോകത്തിലേക്ക് അവതരിച്ച സകല പ്രവാചകന്മാരും മരണമൊഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിട്ടും ഒരാൾ മാത്രം മരിക്കാതെ ഇപ്പോഴും സ്വർഗത്തിൽ ജീവിക്കുന്ന സമ്മതിക്കുന്നെങ്കിൽ ജീവിക്കുന്ന ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ജീവിക്കുന്നവനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എന്തേ മരിച്ചില്ല? പ്രവാചകന്മാരെല്ലാം മരിച്ച പോലെ യേശു മരിക്കണ്ടേ? മരിച്ചില്ല, അവൻ ഇന്നും ജീവിക്കുന്നെങ്കിൽ ജീവിക്കുന്നവനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ജീവിക്കുന്നവനല്ലേ കേൾക്കാൻ പറ്റൂ, ജീവിക്കുന്നവനല്ലേ കാണാൻ പറ്റൂ. യേശു ജീവിക്കുന്നു. വേദപുസ്തകം പറയുന്നു അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തിന് ഒരു അന്ത്യകൽപ്പന കൈമാറി. ഞാൻ വേഗത്തിൽ വിഷയത്തിലോട്ട് ഓടി വരിക. അന്ത്യകൽപ്പന കൈമാറി എന്താ? നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. ചിലർ ചോദിക്കും, എന്തിനാടേ നിങ്ങൾ ഈ മുക്കിന് നിന്നിങ്ങനെ തൊണ്ട കയറുന്നത്? ആര് പറഞ്ഞിട്ടാ ഇത് ചെയ്യുന്നത്? യേശു പറഞ്ഞിട്ടാ ഇത് ചെയ്യുന്നത്. യേശു പറഞ്ഞു, ഇത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണം. ഇപ്പം ചില അണ്ണന്മാർ വന്നിട്ട് പറയും, പ്രസംഗിക്കണ്ട, അത് നിന്റെ മോഹമാ, മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പ്രസംഗിക്കാൻ യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ പ്രസംഗിക്കും. കേൾക്കണോ കേൾക്കണ്ടായോ ഒന്നും നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ആരെയും പിടിച്ചു വലിക്കാനും പോകുന്നില്ല. മര്യാദയ്ക്ക് ഇങ്ങോട്ട് പാടാനൊന്നും പറയുന്ന പരിപാടി ഇവിടെയില്ല. പ്രസംഗിക്കുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അല്ലാത്തവന് ചെവി പഞ്ഞു വെക്കുവോ, സീരിയൽ വെച്ചിട്ട് സൗണ്ട് കൂട്ടി വെച്ചിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാടായത്. അല്ലാതെ പ്രസംഗിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചുമ്മാതാന്നേ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. അതുകൊണ്ട് ആമേൻ യേശു ശിഷ്യന്മാരെ അന്ത്യകൽപ്പന പരമേൽപ്പിച്ചു. അല്പം കൂടി രസകരമായിട്ടൊരു ചിന്ത പറയട്ടെ. ഈ കൽപ്പന കൈമാറിയത് ഷമീറിനോടാണോ? ആണോ? അച്ഛൻ്റെ പേരെന്താ വെച്ചാൽ? സുനിലിനോടാണോ? അല്ല, പിന്നെ ആരോടാ? ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന ക്രൈസ്തവ സമൂഹം അഭിമാനത്തോടെ പറയുന്ന പത്രോസ് ലീഗായോടും കൂട്ടരോട് പറഞ്ഞത് പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും പറയാൻ. ഒന്നാമത്തെ പോപ്പ് അത് ഭംഗിയായി ചെയ്തു പത്രോസ് ലീഗ. സകലതിൻ്റെ അടുക്കൽ പുറപ്പെട്ടു പോയി പറഞ്ഞു. പിന്നെ 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 വന്ന പത്രോസ് ലീഗമാര് പുറപ്പെട്ടു പോകാൻ മനസ്സില്ല. അവർ സിംഹാസനം അടിച്ചൊരു കുറ്റി അടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആമേൻ, ജാതികളിൽ നിന്ന് ചിലരെ വിളിച്ചിറക്കാൻ പറഞ്ഞു. അവർ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാരമ്പര്യം പറയുന്നവന് ഇത് വേണ്ടാതിരുന്നപ്പോൾ ആമേൻ ദേ വഴിവക്കി കിടന്നവനെ വിളിച്ച് ആമേൻ തമ്പുരാൻ ഈ മഹത്വകരമായ ശുശ്രൂഷ പരമേൽപ്പിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാലുണ്ടല്ലോ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർത്തു വിളിക്കുമെന്ന് പറയുന്നു. പാരമ്പര്യം പറയുന്നവൻ മിണ്ടാതിരിക്കുമ്പോൾ അതേ ഷമീറിനെയും സിയാദിനെയും നാരായണനെയും കറിയായെയും മമ്മദൂട്ടിയും വിളിച്ചിറക്കി സ്വർഗം പറഞ്ഞു, സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കും. ആമേൻ. ആ വിളംബരം ഇന്നും തുടരുകയാണ്. അന്ത്യകൽപ്പന യേശുവിന്റെ കൽപ്പനയായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ആമേൻ. ചിലർ പറഞ്ഞു അമേരിക്കൻ പണം വന്നിട്ടാണ് ഇവർ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തമ്പുരാൻ അറിഞ്ഞു തന്നെ ഒരു കൊറോണ വിട്ടതാണ്. അമേരിക്കയിൽ നിന്നും പണമില്ല, ഒരിടത്തുനിന്നും പണം, എല്ലാ പണവും അസ്തമിച്ചു. എന്നിട്ടും സുവിശേഷത്തിന് ഒരു കുറവുമില്ല ഇവിടെ.
ഇവിടെ ഇനി ഏതൊക്കെ അണ്ണന്മാർ എന്തൊക്കെ പരിപാടി ഇടക്കിയാലും മനുഷ്യരെന്ന് പറയുന്ന ജീവി ഈ ഉലകത്തിലുള്ള കാലത്തോളം സുവിശേഷം ലോകത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് ഒരു തരത്തിലും മാറ്റം വരികയില്ല. അത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയായതുകൊണ്ടാണ്. എന്നിട്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം ശിഷ്യഗണം ഇങ്ങനെ നോക്കി നിൽക്കുക ഉയരത്തിലേക്ക്. അതാ ഉയരത്തിൽ നിന്ന് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തി 1:11 ദൂതസംഘം ഇറങ്ങി വന്നിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 1:11 ഒന്ന് ഉറക്കെ വായിച്ചു കൊടുത്തേ. എന്താ പറഞ്ഞത്? ദൂതന്മാർ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. നിങ്ങള് ഇപ്പൊ പോകുന്നതായിട്ട് കണ്ടില്ലേ? അതുപോലെ തന്നെ ഈ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി അപ്രത്യാശയുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അധികം താമസം വിന ഈ വാനമേഘത്തിൽ കാഹളനാദം മുഴക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു വാനമേഘ വെളിപ്പെടാൻ സമയമെടുത്തിരിക്കുകയാണ്. യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഉപദേശിമാരുടെ വാക്കല്ലത്, സ്വർഗീയ ദൂതന്മാരുടെ പ്രസ്താവനയാണ്. മടങ്ങി വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? വായിച്ചോ. കാത് തുറന്നു കേട്ടോ ക്രിസ്ത്യാനി. വായിച്ചോ. അവൻ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലീവ് മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഊരാച്ചുണ്ടിലെ ക്രിസ്ത്യാനികൾ ഒരു പേനയെടുത്ത് കയ്യെ വെച്ചു. മാളികമുറിയിലേക്ക് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയവർ ആരൊക്കെയാണെന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചു. വായിക്കേ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. മാളികമുറിയിലേക്ക് കയറിപ്പോയി. ആരൊക്കെയാ കയറിപ്പോയത്? പത്രോസ്. നിർത്തി വായിക്കണേ, പറയാനുണ്ട്. പത്രോസ്, ഒന്നാമത്തെ പോപ്പ്. യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടുകൂടെ യേശുവിന്റെ അമ്മയായ മറിയോടും കൂടെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പൊ ആരൊക്കെയുണ്ട് ഈ ലിസ്റ്റിൽ? ക്രിസ്ത്യാനി കുറിച്ചോ? തോമാസ് ലീഗായുണ്ട്, പത്രോസ് ലീഗായുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉൾപ്പെടുന്ന സംഘം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചോ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. പെന്തക്കോസ്ത് നാൾ വന്നു. അവർ പെന്തക്കോസ്ത് പള്ളിയിൽ പോയെന്നല്ല, പെന്തക്കോസ്ത് നാൾ, പെരുന്നാൾ, 50-ാം പെരുന്നാൾ. മനസ്സിലായോ? അല്ലാതെ വെന്തിക്കോസ് ബുന്തുക്കോസ് ഒന്നുമില്ലെന്നേ. 50-ാം പെരുന്നാൾ, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഈ കേറിപ്പോയ ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധ ഒന്നൂടെ അഗ്നിജാല പോലെ അവരുടെ മേൽ പതിഞ്ഞു. അടുത്തത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും കേറിപ്പോയ ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവരും, പോപ്പും തോമാസ് ലീഗായും അമ്മ മറിയയും ഉൾപ്പെടെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെ ആ സുനിൽ പാസ്റ്ററെ നാട്ടുകാരെന്ത് വിളിക്കുന്നേ? പെന്തക്കോസ്ത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസ്തുകാരി മറിയ, 1-ാമത്തെ പെന്തക്കോസ്തുകാരൻ പത്രോസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസ്തുകാരൻ തോമാസ് ലീഗ ദേ ഇരുന്ന് അന്യഭാഷ പറയുന്നു. അപ്പൊ അമ്മ നിങ്ങളുടെ കൂടാണോ ഞങ്ങളുടെ കൂടാണോ? അതുകൊണ്ട് ഞങ്ങൾ അമ്മയില്ലാത്തവരാന്ന് മേലാ പറഞ്ഞേക്കരുത്. പിന്നെ ബൈബിൾ അറിയാത്തവർ ചുമ്മാ കള്ളു കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ബൈബിൾ അറിയുന്ന ഒരാളും അത് പറയരുത്. കാരണം തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ വായിച്ചു കേൾപ്പിച്ചതാ, സ്വന്തമായ അഭിപ്രായമൊന്നും പറഞ്ഞുകൊണ്ട് വന്നതല്ല. ശ്രദ്ധിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അമ്മയുണ്ട്. അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ,
പോപ്പ് ഞങ്ങളുടെ കൂടെ. നിങ്ങൾ വെറുതെ മോഹിച്ചിരുന്നിട്ട് അവസാന അബദ്ധം പറ്റരുത്. ഇങ്ങോട്ട് വരിക, അന്യഭാഷ പറയുന്ന കൂട്ടത്തിൽ വരിക, അമ്മയോടൊന്ന് ചാരാധിക്കുക. ശ്രദ്ധിച്ചേ, ആമേ, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ആര്? പത്രോസ്ലീഹ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ആമേൻ. വായ തുറന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. സമയത്തിന്റെ പരിമിതി കൊണ്ട് പ്രധാനപ്പെട്ടത് പറഞ്ഞു വിടുക. വായിച്ചോ 37. ഇത് കേട്ടിട്ട് ഏത് കേട്ടിട്ട്? പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പ്രസംഗം കേട്ടപ്പോൾ കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊണ്ടു. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ജയിലിലെ പീഡനങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തത്, മർദ്ദനമുറകൾക്ക് മാറ്റാൻ കഴിയാത്തത്, ഈ പ്രസംഗത്തിൽ പറയുന്ന തിരുവചനത്തിന്റെ വരികൾ അകത്ത് കയറിയാൽ മാറും. മാറിയ ചരിത്രം എത്ര കിടക്കുന്നു. ഞാൻ കേട്ട ഒരു അനുഭവമാണ്. കോട്ടയത്തിനടുത്ത് എവിടെയോ ചിങ്ങവനം സുരേഷ് എന്ന് പറഞ്ഞ ഒരു മോഷ്ടാവും ഒരു പ്രതിയുണ്ടായിരുന്നു. ഒത്തിരി കേസുകളിൽ പ്രതിയായ മനുഷ്യൻ ജയിലിനകത്ത് പിടിച്ചുകൊണ്ടുപോയി പോലീസ് ആവുന്ന ഇടി 58 ഇടിച്ചിട്ടും ഒറ്റ കുറ്റം പോലും സുരേഷ് സമ്മതിച്ചില്ല. ഇടികൊണ്ട് തളർന്നു കിടക്കുന്ന കണ്ടപ്പോൾ SI പറഞ്ഞു കോൺസ്റ്റബിളിനോട്, 2 പൊറോട്ട അവന് മേടിച്ചോടെ, ഇല്ല അവൻ ചത്തുപോയ പിന്നെ ജോലിയാ. പോലീസുകാരൻ അടുത്ത ഹോട്ടലിൽ പോയി 2 പൊറോട്ട മേടിച്ച് ഇരുമ്പഴിക്കകത്തൂടെ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ജയിലിനകത്തുനിന്നൊരു കരച്ചിലും നിലവിളിയും. ഞാനൊരു പാപിയാണ്, മഹാഭാവി, എന്നെപ്പോലെ ഒരു ഭാവി ലോകത്തിലില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന സുരേഷിനെ കണ്ട് പോലീസുകാർ അന്തം വിട്ട് ചോദിച്ചു, ആമേ, ഇടികൊണ്ട് ഇവൻ്റെ കിളി പോയെന്ന് തോന്നുന്നു, ഇവൻ്റെ സുബോധം പോയെന്ന് തോന്നുന്നു, അയ്യോ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചു. നിനക്ക് വട്ടായോ സുരേഷ് എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് പറഞ്ഞു, എനിക്ക് വട്ടില്ല സാറേ. പിന്നെന്താ ഇത്ര ഇടി കൊണ്ടിട്ടും കുറ്റം സമ്മതിക്കാത്ത നീ ഇപ്പം ഇത്രയും കുറ്റങ്ങൾ ഞാൻ ചെയ്തു എന്ന് വിളിച്ചു പറയുന്നത് എന്താ? സുരേഷ് പറഞ്ഞു, ദാ ഈ പേപ്പർ ഞാനൊന്ന് വായിച്ചതാ. ഏത് പേപ്പറ്? പൊറോട്ട പൊതിഞ്ഞു കൊടുത്ത പേപ്പർ. അതേത് പേപ്പർ? വഴിയിൽ കൂടെ നടന്ന് തോളി സഞ്ചിയും തൂക്കിപ്പോയ ഏതോ ഒരു ഉപദേശി ഹോട്ടൽ മുതലാളിക്ക് നീട്ടിക്കൊടുത്ത സുവിശേഷത്തിന്റെ പേപ്പർ കഷണം. മുതലാളിമാർക്ക് ഇത് ഇച്ചിച്ചിയാണല്ലോ. ഏത് മുതലാളിമാർക്ക് ഇത് ഇച്ചിച്ചിയാ. അതുകൊണ്ട് അത് മേടിച്ചിട്ട് പണിക്കാരനോട് പറഞ്ഞു, ഒന്നാടാ വല്ല പൊറോട്ട കാണാൻ പൊതിഞ്ഞു കൊടു. ഇവന്മാർക്കൊരു ജോലിയില്ല, രാവിലെ ഇങ്ങനെ നടക്കുക കുറെ പേപ്പറും കൊണ്ട്. ആ പേപ്പറിനകത്ത് പൊതിഞ്ഞു കൊടുത്ത പൊറോട്ട തിന്നാൻ പൊതിയഴിച്ചിട്ട് ആ പേപ്പർ വായിച്ചു. അതാ പാപമോചകനായ ക്രിസ്തുവിനെ കുറിച്ച് വായിച്ചപ്പോൾ, മനുഷ്യൻ പാപിയാണെന്നുള്ള സന്ദേശം വായിച്ചപ്പോൾ മാനസാന്തരം അതിനകത്ത് വെച്ചുണ്ടായിട്ട് ഇന്ന് സുവിശേഷകനായി മാറി സുരേഷ്. ആമേൻ. പറയട്ടെ കുഞ്ഞേ, ആമേൻ. മർദ്ദനമുറകൾക്ക് മാറ്റാൻ കഴിയാത്തത് മാറ്റുവാൻ കഴിയുന്ന ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അതാ കേട്ടപ്പോൾ അത് കേട്ടവരുടെ ചങ്കിനകത്ത് കുത്തുകൊണ്ടു. ഇന്ന് രാത്രി കുരാച്ചുണ്ടിൽ കുത്തുകൊള്ളുന്ന ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പത്രോസിന്റെ ശബ്ദം കേൾക്ക്. കുത്തുകൊണ്ടിട്ട് അവർ ചോദിച്ചു, എന്താ? വായിച്ചേ. കുത്തുകൊണ്ട്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. എന്തിനാ വായിച്ച്? ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. എന്തിന്? പാപമോചനത്തിന്. അതല്ലേ വായിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് വായിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. എന്തിനു വേണ്ടി എന്നാ വായിച്ച്? പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതിയെന്ന് വെണ്ടയ്ക്ക പോലെ പുസ്തകത്തെ എഴുതി വച്ചിരിക്കുമ്പോൾ പാപമോചനത്തിനായി ഇന്ന് നടക്കാണ്. പാപിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ കണ്ണെന്ന് തുറക്കും. ദാ വിളിച്ചു പറയുന്നു പത്രോസ്ലീഹ, നിന്റെ പാപം മോചിക്കണോ? നീ ഒരു നല്ല 6 അടി പൊക്കമുള്ള ഒരു മരവും തോളെ ചുമന്നുകൊണ്ട് ഇന്ന മലയിലോട്ട് പോകുന്നല്ല. പത്രോസ്ലീഹ ഒന്നാമത്തെ പോപ്പ് വിളിച്ചു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം ലഭിക്കേണ്ടതിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൈക്കൊള്ളുവീൻ. ഇത് തന്നെ ഞങ്ങളും പറയുന്നുള്ളൂ, അല്ലാതെ പുതുതായിട്ടൊന്നും ഉണ്ടാക്കി പറയാൻ വന്നതല്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാ പറഞ്ഞത്. പാപമോചനം പ്രാപിക്കണമോ? എങ്ങനെ പ്രാപിക്കും? എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു നേർച്ച കാഴ്ച കഴിക്കണ്ടേ?
ബലിതർപ്പണം ചെയ്യണ്ടേ? 2 കിലോമീറ്റർ നടക്കണ്ട, വേണ്ട. പിന്നെങ്ങനെ? റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആ പേജ് മറിക്കാതെ ഒന്നെടുത്ത് റോമാലേഖനം 5:1 ഒന്ന് വായിച്ചു കൊടുത്തേ. എങ്ങനെയാ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. കണ്ടോ? പാപമോചനം അഥവാ നീതീകരണം അത് വിശ്വാസത്താൽ ലഭിക്കേണ്ടതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, നമുക്ക് യേശു മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ എന്ന പത്രോസിന്റെ വാക്കുകൾ അത് പ്രവർത്തിയാലല്ല, അത് വിശ്വാസത്താൽ അത്രേ. വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. വായിച്ചോ, വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയം പോരാ, അതൊക്കെ തെളിയിച്ച് പ്രസംഗിക്കേണ്ടതാണ്. സമയപരിമിതി കൊണ്ട് ഓടിച്ചു വിടുക. താഴോട്ട് വായിച്ചോ, അപ്പോസ്തല പ്രവൃത്തി താഴോട്ട് വായിച്ചോ. സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. ആര് പറഞ്ഞു? താഴോട്ട് വായിച്ചോ. വാഗ്ദത്തം നിങ്ങൾക്കും. ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയവർക്കും, നിങ്ങളുടെ മക്കൾക്കും, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന്. ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇനി കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും 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 ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ എല്ലാവരും വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. രക്ഷപ്പെടാനല്ല കേട്ടോ, ആമേൻ, രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്ന ബെന്തിക്കോസിൽ പോയോ, നീ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് രക്ഷിക്കപ്പെടാൻ വരുന്ന മാർഗമാണ്. രക്ഷപ്പെടാൻ വന്നവരൊക്കെ രക്ഷപ്പെടുമ്പോൾ തിരിച്ചു പോകും. രക്ഷിക്കപ്പെട്ടവൻ എങ്ങും പോവുകയല്ല, ഇവിടെ കാണും. അവൻ എന്തൊക്കെ പീഡനം ഏറ്റുവാങ്ങിയാലും, എന്തൊക്കെ ഉപദ്രവം ഏറ്റുവാങ്ങിയാലും, എന്തൊക്കെ നിന്ന ഏറ്റുവാങ്ങിയാലും, എന്തൊക്കെ പരിഹാസം ഏറ്റുവാങ്ങിയാലും ഈ പുസ്തകം അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ആമേൻ. തിരിഞ്ഞു വായിക്കും, നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്രേ. നിങ്ങൾ ഉപദ്രവം സഹിക്കുന്നെങ്കിൽ അത് തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് അനുഭവിക്കുന്നത് അത്ര ദൈവത്തിന് പ്രസാദം. ആമേൻ. കണ്ടോ? നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിന്റെ അകത്ത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ പേരുണ്ടെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഒരു ഉറപ്പ് ഞാൻ തരട്ടെ. ബൈബിളിന്റെ വെളിച്ചത്തിൽ ഒരു ഉറപ്പ് തരട്ടെ. ആമേൻ. നിങ്ങൾ നടന്നു പോകുമ്പോൾ വെന്തിക്കോസോ പുന്തുക്കോസോ പന്തക്കോസോ അവൾ തുള്ളാനിറങ്ങി കമ്മലമാലം പൊട്ടിച്ച് അവൾ നടക്കുക. ആമേൻ. ലോകം ഇത് പറയുമ്പോൾ ഞായറാഴ്ച പള്ളിയിൽ ചെന്നിട്ട് ഞാൻ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എന്നെ കളിയാക്കി കരയാൻ നിൽക്കരുത്. ആമേൻ. ഈ പരിഹാസം കേൾക്കുമ്പോൾ ഉള്ളത്തിൽ തുള്ളിക്കൊണ്ട് സന്തോഷത്തോടെ കർത്താവിനൊരു സ്തോത്രം പറയണം. കർത്താവേ, നിന്റെ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനായി സ്തോത്രം. എൻ്റെ പേരുണ്ടെന്ന് തെളിയിച്ചതിനായി സ്തോത്രം. എന്താ? ആമേൻ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ തെറിവിളിക്കുമ്പോൾ, പകയ്ക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതൊരു സ്തോത്രം പറയണം. കർത്താവേ, അങ്ങയുടെ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിനകത്ത് ഞാനുള്ളതിനായി സ്തോത്രം. Praise the Lord. Amen. അപ്പോൾ അതുകൊണ്ട് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അടുത്ത വാക്ക് വായിച്ചേ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് വന്ന് നിൽക്കുക, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഇന്ന് 3000 പ്രസംഗം കുത്തിയിരുന്ന് കേട്ടാലും അന്നൊറ്റ പ്രസംഗം, സുവിശേഷത്തിന്റെ ശരിയായ പ്രസംഗം ഹൃദയത്തിന്റെ അകത്ത് കടന്നു ചെന്നാൽ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും.
പക്ഷെ പറയുന്നത് എന്താണെന്ന് പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും കൂടെ അറിയണം. അതാണ് പ്രശ്നം. ചുമ്മാ കയറി കിടന്ന് ബഹളം ഉണ്ടാക്കി പറഞ്ഞ എന്താണെന്ന് ഉള്ളിക്കും അറിയാല, കേട്ടവർക്കും അറിയാല. ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ സുവിശേഷം ലളിതമായി പറഞ്ഞു കൊടുക്കണം. ഇവിടെ വായിക്കുകയാണ്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു വന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടവരെല്ലാം എന്ത് ചെയ്തു? വായിച്ചേ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആമേൻ. അവരൊരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു, ഉപദേശം കേട്ടു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. കേൾക്കണ്ടേ? 47-ാം വാക്യം വായിച്ചോ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം രേഖപ്പെടുത്തിയ പേരാണ് സഭ. സഭ. ദൈവത്തിന് ഭൂമിയിൽ സഭയുണ്ടോ? യെസ്. മാനസാന്തരപ്പെട്ട കൂട്ടം, സ്നാനമേറ്റ കൂട്ടം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച ഉപദേശപ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ചു സഭ. ഹല്ലേലൂയ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും അതാണ് ദൈവത്തിൻ്റെ സഭ. അല്ലാതെ ദൈവം പ്രത്യേകമായ ഒരു പള്ളി കെട്ടിവെച്ചിട്ട് ദൈവത്തെ അവിടെ കുടിയിരുത്താൻ ദൈവം അവിടെ ഇരിക്കുന്നവനല്ല. അത് നിങ്ങളോട് ആരാ പറഞ്ഞത്? ബൈബിളാ പറഞ്ഞത്, സ്വന്തം ഇഷ്ടം പറഞ്ഞല്ല. ഒന്ന് കേൾക്കണോ നിങ്ങൾക്ക്? വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 17:24 വായിക്കുന്നു. ഒന്ന് കേട്ടെ. അപ്പോസ്തലപ്രവൃത്തി 17:24 വായിച്ചാട്ടെ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. കണ്ടോ? നീ ഉണ്ടാക്കിയതല്ല, പിന്നെ നിന്നെ ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, ഈ ലോകവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം. അതുകൊണ്ടാണ് പ്രളയകാലം വന്നപ്പോൾ പല കെട്ടിടങ്ങളിൽ വരുന്ന യേശു വെള്ളത്തിലൂടെ ഒഴുകി നടന്നു, അല്ലേ? തോമാച്ചായ നിലവിളിച്ചോ? ഹെലികോപ്റ്റർ നോക്കി, ഹെലികോപ്റ്റർ ഒന്ന് വേഗം വരൂ പ്ലീസ്, എൻ്റെ യേശുവിനെ ഒന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അതോ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു? ഏതാ പറഞ്ഞേ? എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു, യേശുവിനെ രക്ഷിക്കാൻ പറഞ്ഞില്ല. ഒഴുകിപ്പോയി. പ്രളയമെല്ലാം മാറി ചെളി പിടിച്ചപ്പോൾ തോമാച്ചൻ വന്നു, ചെളി പിടിച്ച യേശുവിനെ തുടച്ചെടുത്തുകൊണ്ട് ഷോക്കേഴ്സി വെച്ചിട്ട് പറയാണ് എന്നെ രക്ഷിക്കണമെന്ന്. പിടികിട്ടിയോ കുഞ്ഞേ? കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കെട്ടിടത്തിലല്ലേ? അതെ. എന്തിനാ അവിടെ പോകുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കെട്ടിടത്തിൽ പോകും, ചിലപ്പോൾ മരച്ചുവട്ടിയിരിക്കും, ചിലപ്പോൾ ഒരു ടെന്റിനകത്തിരിക്കും. കാരണം അവിടെ കുടിയിരിക്കുകയല്ല ദൈവം. പകരം 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത ദൈവം, പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കൂടി വരുന്നവരുടെ മധ്യേ ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്, ഈ ഗ്രൗണ്ടിലുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരികയും ദൈവ കുഞ്ഞുങ്ങൾ ആരാധന കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ആ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആലയം, കെട്ടിടം, മന്ദിരം, അത് നമ്മുടെ ഹൃദയമാകുന്ന ഈ ശരീരത്തിലത്രേ ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് പെന്തിക്കോസുകാർ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു നല്ല ഭൂകമ്പം ഉണ്ടായാൽ ഞങ്ങളുടെ കെട്ടിടവും ഇടിഞ്ഞു വീഴും. ഇപ്പം ഞങ്ങളാരും വെളിയിലിറങ്ങുന്നു, എന്നാലും എൻ്റെ യേശുവിന് ഈ ഗതി വന്നല്ലോ എന്നൊന്നും കരയത്തില്ല. കാരണം യേശു അതിനകത്ത് കുടിയിരിപ്പില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ വെള്ളം കയറിയത് എന്താണെന്നൊന്നും ആരും ചോദിക്കണ്ട. നിങ്ങളുടെ പള്ളിയിലും പായ ഒലിച്ചു പോയില്ലേ? അതിനെന്നാ? പായിലല്ലല്ലോ യേശു കിടന്നത്. അതൊക്കെ പോവും, കെട്ടിടമൊക്കെ പൊളിച്ചു വീഴും. ഹൃദയത്തിനകത്ത് വേദപുസ്തകം പറയുന്നു, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം നിന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിത, യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നു, കെട്ടിടത്തിലല്ല. ആമേൻ. അതുകൊണ്ട് പറഞ്ഞു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട്
ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് കുഞ്ഞെ ദൈവത്തിന്റെ സഭ. ആ സഭയെ ചേർക്കുവാനാണ് കാഹളനാദം മുഴക്കി യേശു ക്രിസ്തു വരുന്നത്. അപ്പൊ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് ആ സഭയിലൊന്നും ചേർന്നില്ലേലും വേണ്ടില്ല, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ആത്മാവിനെ വേണ്ടുന്നത് ചെയ്ത് കയറ്റിവിടാൻ ആളുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചിട്ട് എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാൻ മനസ്സുണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തത് കൊണ്ട്, അവിടുന്ന് തുടർന്നു പോകാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഒരു ഭാഗം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. കാത് തുറന്ന് ഒന്ന് കേട്ടാട്ടെ. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിക്കാം. ലൂക്കോസ് 16-19 മുതൽ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ഒന്ന് വായിച്ചാട്ടെ. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നെന്ന് എഴുതി വെച്ചേക്കുക. അങ്ങനെ പേരുള്ള ആരെങ്കിലും ഈ കുരാച്ചുണ്ടിലോ കോഴിക്കോടോ ഉണ്ടോ? ധനവാനായ മനുഷ്യൻ അങ്ങനെ പേരുണ്ടോ? ധനമുള്ള ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്, അവർക്കൊക്കെ നല്ല പേരും ഉണ്ട്. അല്ലാതെ ആ പോകുന്ന ആരാന്ന് നിനക്കറിയാവോടി? ആരാ പുള്ളി? ധനവാനായ മനുഷ്യൻ. അങ്ങനെ പേരുള്ള ആരുമില്ല. എന്നാൽ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ ഇവന് ധനം ഒത്തിരി ഉണ്ട്, അവൻ ധൂമ്ര വസ്ത്രവും പട്ടുമൊക്കെ ധരിച്ചാണ് ജീവിക്കുന്നത്, ദിവസം പ്രതി ആഡംബരത്തോടെയാണ് ജീവിക്കുന്നത്, പക്ഷെ അവൻ്റെ പേര് പുസ്തകത്തെ ഇല്ല. ഒരു കാര്യം വിളിച്ചു പറയാം, പണം കൊടുത്ത് ജീവപുസ്തകത്തിൽ പേരെഴുതാൻ പറ്റത്തില്ല എന്നൊരു സൂചന അവിടെയുണ്ട്. അത് ഞാൻ പിന്നാലെ തെളിയിക്കാം. അടുത്ത വാക്യം വായിച്ചേ. ലാസർ എന്ന് പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി, ധൂമ്രവസ്ത്രമില്ല, പട്ടില്ല, റബ്ബറില്ല, എസ്റ്റേറ്റില്ല, കാറില്ല, പിന്നെ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ പടിപ്പുരക്കൽ കിടക്കുകയാണ്. ശ്രദ്ധിക്കണേ, ആമേൻ. വ്രണം നിറഞ്ഞവൻ, വലിയ സമ്പത്തൊന്നും ഭൂമിയിൽ നേടാൻ കഴിയാത്ത ഒരു പാവം ദരിദ്രൻ, ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞവൻ. പക്ഷെ നിങ്ങളൊരു ദൂത് ശ്രദ്ധിച്ചോ? അവന്റെ പേര് പരിശുദ്ധാത്മാവ് മറന്നു പോകാതെ പുസ്തകത്തെ കുറിപ്പിച്ചു. ലാസർ എന്ന് പേരുള്ള ദരിദ്രൻ. ഇന്ന് രാത്രി പണമുണ്ടായാലും പണമില്ലേലും നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട് എന്നോർത്ത് വേണം നീ ദൈവത്തെ ആരാധിപ്പാൻ. ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും, ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും, ഒന്നും ബാലൻസ് കരുതാൻ പറ്റിയില്ലെങ്കിലും, കാഹളനാദം മുഴങ്ങുമ്പോൾ ഞാൻ എൻ്റെ യേശുവിനോടൊപ്പം പറന്നു പോകുവാൻ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്നോർത്ത് വേണം നീ ദൈവത്തെ ആരാധിക്കാൻ. പ്രൈസ് ദ ലോർഡ്. അതെ, അവന്റെ ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുകയാണ്. അടുത്ത വാക്ക് വായിച്ചേ. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്നു, അവൻ കഴിച്ചതിന്റെ ബാലൻസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു, അത് കഴിച്ച് വിശപ്പടക്കുന്നു പാവം ദരിദ്രൻ. അടുത്ത വാക്ക്. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. കണ്ടോ, ധനവാൻ ഒരു പനി വന്നാൽ ആമേൻ ഫോൺ എടുത്തൊരൊറ്റ വിളി, ഹലോ കിംസല്ലേ നിംസല്ലേ, എനിക്കൊരു ചെറിയ പനി പോലെ, സാറേ ദാ വരുന്നു, ഡോക്ടർ പാഞ്ഞു പിടിച്ച് വീട്ടിലെത്തുക. ഈ പാവപ്പെട്ട ദരിദ്രനെ ചികിത്സിക്കാൻ ആരാ? ആമേൻ. ആ നായ്ക്കൾ വന്നാണ് അവന്റെ വ്രണം ഡ്രസ്സിങ്ങും ക്ലീനിങ്ങും. ആമേൻ. നായ്ക്കൾ. ഡോക്ടർ കൈസർ MBBS അല്ലേ, ഡോക്ടർ ടിപ്പു MD എന്നൊക്കെ പറയാം. 2 നായ്ക്കൾ വന്ന് ഡ്രസ്സിങ്ങും ക്ലീനിങ്ങും ഒക്കെ നടത്തുകയാണ്. അടുത്ത വാക്ക് വായിച്ചേ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം കൂരാച്ചുണ്ട്. ധനവാനായാലും ദരിദ്രനായാലും ഒരു കാര്യം ഗ്യാരണ്ടി. എന്താ? മരണം ഒരു നാൾ നിന്റെ ഭവനത്തിലും കടന്നു വരും. ആരോഗ്യത്തോടെ മസിലും ഭരിപ്പിച്ച് ഇന്ന് മനുഷ്യന്റെ മുമ്പിൽ ഞെളിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന നീ നാളെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ല കുഞ്ഞേ. മരണം നനച്ചിരിക്കാത്ത നാഴികയിൽ വിളിക്കാത്ത അതിഥിയെ പോലെ ഭവനത്തിൽ കടന്നു വരും മരണം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ വായിച്ചേ, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ചോദ്യം. ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? വേഗം പറഞ്ഞേ. ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യുക? വേഗം പറ. വെച്ചോണ്ടിരിക്കുമോ? പിന്നെന്ത് ചെയ്യും? അടക്കം ചെയ്യും. ഈ ദരിദ്രൻ മരിച്ചപ്പോൾ അടക്കി എന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. പാവപ്പെട്ടവൻ ദരിദ്രൻ പട്ടി നക്കി കിടക്കുന്നവനെ ആരടക്കാനാ? എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഇന്നും ചിലരെ ആദ്യം പ്രാർത്ഥനയ്ക്ക് വിളിച്ച് ആദ്യം ചോദിക്കുന്നത് എന്തെന്നറിയാമോ? നിങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോ? കൊല്ലാൻ വിളിക്കുന്ന പോലെ ചോദ്യം. എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയാം, അത്രയ്ക്ക് സംശയം ഉണ്ടോ ഒന്ന് ചത്തു നോക്കേ, അപ്പോൾ അറിയാം ഞങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോ ഇല്ലയോ. അല്ല പിന്നെ എടാ കുഞ്ഞേ, എവിടെ അടക്കുമെന്നുള്ളതല്ല വിഷയം, എങ്ങോട്ട് പോകുമെന്നുള്ളതാ വിഷയം. കുടുംബം അല്ലറ കെട്ടി അടക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ഒത്തിരി എണ്ണം കൊറോണ വന്നപ്പോൾ എവിടെ പോയി? കല്ലറ. ആമേൻ. എന്തേ? മോഹങ്ങളൊക്കെ
മരവിച്ചു പോയോ? സുനാമി അടിച്ചപ്പോൾ എല്ലാത്തിനെയും കൂടെ ഒരു ബുൾഡോസറിൽ കോരിയെടുത്ത് കടപ്പുറത്ത് ഒരു കുഴി കുത്തി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവനും കൂടെ വാരിയെടുത്ത് ഒറ്റ കുഴിയിലിട്ട് മൂടി. ആര് കല്ലറ കെട്ടി, ആര് മാർബിൾ കെട്ടി? ഇതൊക്കെ ഒരു പഠനമാണ്. ആ ദരിദ്രം മരിച്ചു, വലിയ അടക്കമൊന്നും കിട്ടിയില്ല. പക്ഷെ ആളിന്റെ ആത്മാവ് എങ്ങോട്ട് പോയി? പറുദീസയിൽ അബ്രഹാം പിതാവിന്റെ അടുക്കലേക്ക് പോയി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോണം, വായിച്ചു. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ഒന്നുകൂടെ, ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. അപ്പൊ കാശുള്ള മരിച്ചപ്പോ എന്ത് കിട്ടിയാച്ചാ? അവിടെ എഴുതിയേക്കുന്ന എന്തൊരു എഴുത്തല്ലേ പരിശുദ്ധാത്മാവ് നോക്കെ. കാശുള്ളവൻ മരിച്ചപ്പോ അടക്കപ്പെട്ടെന്ന്, അവന് നല്ല അടക്കം കിട്ടി. തേക്കും തടിയുടെ ശവപ്പെട്ടി അല്ലേ, മുറ്റത്ത് 10 കാറ്, VIP കൾ, രാഷ്ട്രീയക്കാര്, പാട്ടുപാടാൻ സ്റ്റാർ സിംഗർ റോഡിൽ കൂടെ വലിച്ചടിച്ചോണ്ട് പോയി അല്ലേ. കുടുംബകലറെ കൊണ്ട് ചെന്ന് മാർബിൾ കെട്ടി അടക്കി. എങ്ങോട്ട് പോയി? വായിച്ചോ. പാതാളത്തിൽ വായിച്ചോ. യാതന അനുഭവിക്കുമ്പോൾ. പാതാളത്തിൽ യാതന അനുഭവിക്കാൻ പോയി. ഒരു ചോദ്യം, എവിടെ അടക്കും എന്നുള്ളതാണോ വിഷയം, എങ്ങോട്ട് പോകും എന്നുള്ളതാണോ വിഷയം? അത് ബോധം വന്നെങ്കിൽ ചിന്തിച്ചോണം. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ചില ആളുകൾ പറയുന്നത് ഇങ്ങനെയാ, നമ്മൾ ഈ പറയുന്ന രക്ഷയും സ്നാനവും ഇവർ ഈ പറയുന്ന കലപില ഇതൊന്നും അല്ല. പിന്നെന്താ? നമ്മൾ നല്ല പ്രവൃത്തി ചെയ്ത് അങ്ങ് ജീവിച്ചാൽ മതി, എവിടെ പോവും? അങ്ങനെ പറയുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗം കിട്ടുന്നതെങ്കിൽ ഇവിടെ പരദീസ പോകേണ്ടത് ആരാ? ധനവാനാണോ ദരിദ്രനാണോ? പറ, ആരാ പോണ്ടേ? ധനവാനാ പോണ്ടേ. കാര്യം എന്താ? അവന്റെ പടിപ്പുരക്കൽ പട്ടി നക്കുന്ന ഒരുത്തനെ കിടക്കാൻ അനുവദിച്ചില്ലേ? നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? സത്യസന്ധമായി പറ. നിങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ സൈഡിൽ പട്ടികൾ വന്ന് നക്കുന്ന രീതിയിൽ നാറ്റമുള്ള വ്രണവുമായിട്ട് ഒരുത്തൻ കിടക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഒന്നുമില്ല. ആരും ഇതും പറയാം. കാര്യം പെന്തിക്കോസൊക്കെയാണ്. അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുളി, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. എന്നാ നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ ഒരു സ്വത്രക്കുറവ്. ഞാൻ സത്യമല്ലേ പറഞ്ഞേ? കാര്യം ഇതൊക്കെ ശരിയാ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചർച്ചിൽ തന്നെ വിശ്വാസിയായ ഒരു സഹോദരൻ ഒറ്റപ്പെട്ട് ഇറങ്ങി വന്നു. ആരുമില്ല, അയ്യോ എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല, സാക്ഷ്യം പറഞ്ഞ് ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് കരയുക. നമ്മൾ ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത് വന്നിട്ട് പറയും, ബ്രദറെ തളരരുത്, പ്രാർത്ഥിക്കാം, ഗ്ലോറി. അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യും? ഒരു മുറി ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതൊന്നും പറയുകയില്ല. നിങ്ങളുടെ സ്വത്രം പോയി. അപ്പോൾ സത്യം ഇതാണ്. അപ്പോൾ അനുവദിക്കില്ല. പക്ഷെ അവൻ അനുവദിച്ചില്ലേ? അത് പുണ്യപ്രവൃത്തിയല്ലേ? അതെ, പോട്ടെ. അവൻ കഴിച്ചതിൻ്റെ ബാക്കിയെങ്കിലും ആയിക്കോട്ടെന്നേ. കൊണ്ടുവന്ന് ഇവന് കഴിക്കാൻ കൊടുത്തത് പുണ്യപ്രവൃത്തിയല്ലേ? എന്നിട്ടും എവിടെ പോയി? പാതാളത്തിൽ. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവൻ്റെ, കൽപ്പന അനുസരിക്കാത്തവൻ്റെ പുണ്യപ്രവൃത്തികളെല്ലാം കറപിരണ്ട തുണി പോലെ എന്ന് പ്രവാചക ശബ്ദം വിളിച്ചു പറയുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ സകല സൽപ്രവർത്തികളിലും തികഞ്ഞു വരേണം. അത് നമ്മൾ പഠിപ്പിക്കാറില്ല. രക്ഷിക്കപ്പെട്ടവൻ്റെ നിർമ്മലമായ ഭക്തിയെക്കുറിച്ച് യാക്കോബ് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലമായ ഒരു ഭക്തിയുണ്ട്. എന്താണെന്നറിയാമോ? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ വിളിച്ചു വരുത്തി കാണുന്നത് ആണോ? പിന്നെ വിളിച്ചു വരുത്തി കാണുന്നതല്ല, ചെന്ന് കാണുന്നത്. സ്വയം മനസാക്ഷിയോടൊന്ന് ചിന്തിച്ചോണം. ഈ കോവിഡ് കാലത്ത് കഷ്ടമനുഭവിക്കുന്ന എത്ര വിധവമാരെ ഉപദേശി നീ ചെന്ന് കണ്ടു? സ്വത്രമൊക്കെ പോയി കണ്ടോ? ഇവിടെ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവ് ഈ റൂട്ടിലോട്ട് വരല്ലേ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഞാനും അങ്ങനെ കടിഞ്ഞാണിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ അല്ല സാധാരണ പ്രസംഗിക്കുന്നത്, നിങ്ങൾക്കറിയാം. അതിലോട്ടൊന്നും പോകുന്നില്ല, അവിടെ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുക. അപ്പോൾ ശ്രദ്ധിച്ചോണം, നല്ല പ്രവൃത്തി ചെയ്തു, കഴിക്കുന്നതിൻ്റെ ബാക്കി തിന്നാൻ കൊടുത്തു. പക്ഷേ എവിടെ പോയി? യാതനാസ്ഥലത്ത് പോയി. അവിടെ കിടന്ന് മേലോട്ട് നോക്കി നിലവിളിച്ചു. എന്താ വിളിച്ചത്? വായിച്ചു നിർത്താം, വായിച്ചു. പാതാളത്ത് യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, ധനവാൻ വിളിക്കുക, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി. ലാസറിന്റെ വിരലിന്റെ അറ്റം അവിടെ കാണും വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അതിലോട്ട് മുക്കി. എന്റെ നാവിനെ തണുപ്പിക്കേണ്ടത്, എന്റെ നാവിനൊരല്പം തണുപ്പ് കിട്ടാൻ അവനെ അയക്കണമേ. അവനെ അയക്കണേ. എന്റെ ഭാഷ പറഞ്ഞാൽ പഴുപ്പുണ്ടെങ്കിലും സാരമില്ലെന്ന്. പിടികിട്ടിയില്ല. പഴുത്ത് വ്രണമെന്നറിഞ്ഞ് പട്ടി നക്കി കിടന്നവൻ്റെ വിരല് വെള്ളത്തെ മുക്കിയിട്ട് ഒരു തുള്ളി വെള്ളം എനിക്കൊന്ന് തരണമേ എന്ന് യാതനാസ്ഥലത്തു നിന്ന് നിലവിളിക്കുക. ഇന്ന് രാത്രി ഏറ്റെടുത്തോണം. ആമേൻ. കേൾക്കുന്നുണ്ടോ? അവനെ അയക്കണമേ എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം എന്താ? വായിച്ചേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അയ്യോ, ഈ ജ്വാലയിൽ എനിക്ക് വേദന സഹിക്കാൻ മേലാന്ന് വിളിച്ചു. മറുപടി,
അബ്രഹാം അവനോട്, മകനെ നിന്റെ ആയുസ്സിൽ നീ മകനെ വല്യപ്പച്ച ധനവാനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. കണ്ടോ, നിന്റെ ആയുസ്സിൽ നീ അടിച്ചു പൊളിച്ച് ധൂമ്രവസ്ത്രം പട്ടുവൊക്കെ ധരിച്ച് അടിപൊളി ജീവിതമല്ലേ നയിച്ചത്, ഫ്ലാറ്റിന്റെ മുകളിൽ. അതെ, എന്നാൽ ഈ പാവപ്പെട്ടവൻ വിശ്വാസത്തിനു വേണ്ടി ഒരുപാട് തിന്മ അനുഭവിച്ചു, നിന്ദ അനുഭവിച്ചു. നീ ഓർക്ക്. അടുത്ത വാക്ക് എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. ദൈവ കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്, അത് കർത്താവിന്റെ സന്നിധിയിലാണ്. ഇന്ന് നിന്നെ അനുഭവിക്കട്ടെന്നേ, ഇന്ന് പരിഹാസം കേൾക്കട്ടെന്നേ, ഒരാശ്വാസമുണ്ട് ദൈവ സന്നിധിയിൽ. അടുത്ത വാചകം, പേനയുണ്ടെങ്കിൽ കുറിച്ചിട്ടോണം, വരയിട്ടോണം. വായിക്ക. നീയോ വേദന അനുഭവിക്കുന്നു, അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ദൈവം വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. കേട്ടോ, കാത് തുറന്ന് കേട്ടോ, പാതാളത്തിനും പരദീസയ്ക്കും ഇടയിൽ ഒരു പിളർപ്പുണ്ട്. എന്തിന് കേട്ടോ ക്രിസ്ത്യാനി, വായിച്ചോ. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. മതി, പുസ്തകം അടച്ചോ. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചാൽ കഴിയില്ല. പാതാളത്തിൽ നിന്ന് പരദീസയ്ക്ക് കയറ്റിവിടാൻ കഴിയില്ല. അവിടെ നിന്ന് ഒന്നിനെ ഇങ്ങോട്ടിറക്കാനും കഴിയത്തില്ല. നാട്ടുഭാഷ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ടൊരു കയറ്റിയിറക്കില്ലെന്ന് വെണ്ടയ്ക്ക പോലെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടും നിന്നെ പറ്റിച്ചു വച്ചിരിക്കുകയാണ്, നിന്നെ വഞ്ചിച്ചു വച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി കണ്ണു തുറക്ക്, മരണശേഷം ഒരു കയറ്റിയിറക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനമെടുക്ക. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ദൈവം ചോദിച്ചാൽ നിന്റെ ആത്മാവിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് കയറ്റി ഇറക്കില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഒരു കുഞ്ഞ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദേ, നേരെ മുമ്പിൽ കുറച്ച് വാഴ നിപ്പുണ്ട്. ഈ വാഴ വെക്കുന്ന എന്തിനാ? ഒറ്റ ലക്ഷ്യം. എന്തിനാ മാമേ വാഴ വെക്കുന്നേ? കൊല വെട്ടാന അല്ലേ? കറിയായും തോമായും വാഴക്കൃഷി നടത്തി. രണ്ടുപേരുടെ പറമ്പിലും കൊല നന്നായിട്ട് വളഞ്ഞു. കറിയ പറഞ്ഞു, കണ്ടോടാ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കൊല വളഞ്ഞു. തോമാച്ചൻ പറഞ്ഞു, നമുക്ക് വെട്ടിയാലോ? പാടില്ല, യൂറിയ തളിക്കണം. അത് തളിച്ചാലേ കൊലയ്ക്ക് നല്ല വലിപ്പം വെക്കൂ, വില കിട്ടൂ. എന്നാൽ നാളെ തളിക്കാം, ഗുഡ് നൈറ്റ്. പിറ്റേ ദിവസം തോമാച്ചൻ ഓടി വന്നിട്ട് പറഞ്ഞു, കറിയ നമുക്ക് എന്ത് ചെയ്യാം, കൊലയിൽ ആ മരുന്ന് തളിക്കണ്ടേ? ഉടനെ കറിയാച്ചൻ വേദനയോടെ പറഞ്ഞു, എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇന്നലെ രാത്രി വാർത്ത കണ്ടു, കള്ളന്മാർ കൊലകളൊക്കെ കട്ടുകൊണ്ട് പോകുന്നു. പേടിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് പറമ്പിലിറങ്ങി കൊലയെല്ലാം വെട്ടി അടുക്കളയെ കൊണ്ട് അടുപ്പിൻ്റെ പുറത്ത് ചാക്കി കയറ്റി അടുക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട തോമാച്ചൻ പറഞ്ഞു, അബദ്ധം കാണിച്ചല്ലോ നീ, ഇനി അതിന് വലിപ്പം വെക്കുന്ന എങ്ങനെയാ? അതിന് വില കിട്ടുമോ, തൂക്കം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. വേദനിച്ച് നിൽക്കുന്ന ആ കറിയാച്ചനോട് തോമായുടെ തലയിൽ പെട്ടെന്നൊരു ബൾബ് കത്തി. ചോദിച്ചു, അല്ല കറിയാച്ച, നിങ്ങൾ കൊല വെട്ടിയോ അതോ വാഴയെ വെട്ടിയോ? ഉടനെ കറിയാച്ചൻ പറഞ്ഞു, ഞാൻ വാഴ വെട്ടിയില്ല, കൊല മാത്രമേ വെട്ടിയുള്ളൂ. അപ്പോൾ ഈ വാഴത്തട എവിടെ? വാഴപ്പിണ്ടി എന്ന് ഞങ്ങൾ കൊല്ലത്തുകാർ പറയും. ആ വാഴത്തട എവിടെയാ? വാഴപ്പിണ്ടി. അത് പറമ്പിൽ തന്നെ നിപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നാ നീ ധൈര്യമായിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പറമ്പിൽ ചെന്നു. കേൾക്കണേ, പറമ്പിൻ്റെ തടവൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി യൂറിയ തളിക്കാൻ പോവുക. കൊല എവിടെ ഇരിക്കുക പറഞ്ഞേ? അടുക്കള അടുപ്പിൻ്റെ പുറത്തിരിക്കുക. രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറം നിന്ന് വാഴയുടെ തടയൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി ഒരു ഈണത്തിലൊരു പാട്ടും പാടി മൂളിക്കൊണ്ട് അവർ പറയുകയാണ്, അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്കും പറമ്പിൽ നിൽക്കുന്ന വെണ്ടിക്കും വേണ്ടി ഞാനിതാ യൂറിയ തളിക്കുന്നേന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തളിച്ചു. മറുപടി നിങ്ങൾ പറയണം, അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്ക് വണ്ണം വെക്കുമോ? പറ. ഇല്ല. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എപ്പോൾ ചെയ്യണമായിരുന്നു? പറ. കൊല വാഴയും നിൽക്കുമ്പോൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ വേർപെട്ട് പോയി. കാത് തുറന്ന് കേക്ക്, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ഇത് വെറും പിണ്ടി, മനുഷ്യനെടുത്ത് കുഴിച്ചെടുത്ത് കത്തിച്ച് കളയുന്ന പിണ്ടി. ഈ പിണ്ടിക്കിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആത്മാവിന് മോക്ഷം ലഭിക്കില്ല സ്നേഹിത. അങ്ങനെ ആരെങ്കിലും നിന്നെ പഠിപ്പിച്ചെങ്കിൽ നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു, മരണശേഷം ഒരു കയറ്റി ഇറക്കില്ല. യേശു പറഞ്ഞു, മരിച്ചിട്ടല്ലോ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തുമിടാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതിക്കലെത്തി നിൽക്കുന്ന ഈ അന്ത്യകാലത്ത് ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ സുവിശേഷം ഈ ദേശത്തോട് ദൈവം വിളംബരം ചെയ്തിരിക്കുകയാണ്.
ഇന്നലെ വരെ നീ അറിഞ്ഞില്ല എന്ന് പറയാമായിരുന്നെങ്കിൽ നാളെ ദൈവസന്നിധിയിൽ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കർത്താവേ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന പോലെ ഈ പ്രകൃതിയിലെ ദൈവം വെച്ചിരിക്കുന്ന ക്യാമറയിൽ ഈ യോഗം ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീ ഒളിച്ചിരുന്ന് കേട്ടതും പമ്മിയിരുന്ന് കേട്ടതും നീ എവിടെ ഇരുന്ന് കേട്ടോ അതെല്ലാം നിന്റെ മുമ്പിൽ ഒരു ദൃശ്യമായി വെളിപ്പെടുന്ന, ഒരു ചിത്രമായി വെളിപ്പെടുന്ന ഒരു ദിവസം നാളെ വരാൻ പോവുകയാണ്. ഞാൻ അറിഞ്ഞില്ല എന്ന് നിനക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗവും ഈ ക്ഷിതിയിൽ ഇല്ലവേ ഇല്ല. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഉലകമഹാന്മാരാകിലും ഒരുപോലെ കല്ലറയ്ക്ക് തുറങ്ങിക്കിടക്കുമ്പോൾ അതാ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മെ ചെറുക്കാൻ വേഗത്തിൽ വരാൻ പോവുകയാണ്.